മോർണിംഗ് അഗൈൻ. യൂത്ത് ഫോർ മിഷൻ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെഷൻ 2. കഴിഞ്ഞ ആഴ്ച നമുക്ക് സ്റ്റഡി ചെയ്യുവാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണം ഞങ്ങൾ ടീമുമായിട്ട് ശുശ്രൂഷിക്കുവാൻ എറണാകുളത്തായിരുന്നു. ദൈവം ഒരുപാട് നമ്മുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുന്ന ഒരുപാട് യൗവനക്കാർ കൂടി വന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ദ യങ് പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ ദ റൈറ്റ് തിങ് കേട്ടോ. ദേ ആർ ലുക്കിംഗ് ഫോർ ദ റൈറ്റ് തിങ്, ബട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ ഇറ്റ് ഇൻ ദ റോങ് പ്ലേസസ്. ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. അവരുടെ ഉള്ളിൻ്റെ ആഗ്രഹം സത്യത്തിന് വേണ്ടിയാണ്. പക്ഷെങ്കിൽ ദേ ആർ ഓൾ ലുക്കിംഗ് ഫോർ ഇറ്റ് ഇൻ ദ റോങ് പ്ലേസസ്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, യൗവനക്കാർ ഇല്ല, മീറ്റിങ്ങിന് അവരില്ല, അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ല, ഇതിന് താല്പര്യമില്ല, അതൊക്കെ ചുമ്മാതാ. നമ്മൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സുവിശേഷത്തോട് പ്രതികരിക്കുന്ന അനേക യൗവനക്കാർ ഈ നാളുകളിൽ കർത്താവ് ഞങ്ങളുടെ ഇടയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ദേ ഓൾ ആർ ലുക്കിംഗ് ഫോർ ദ റൈറ്റ് തിങ്, പക്ഷേ ദേ ഡോണ്ട് നോ വേർ ടു ലുക്ക് ഫോർ ഇറ്റ്, സോ ദേ ലുക്ക് ഫോർ ഇറ്റ് ഇൻ ദ റോങ് പ്ലേസസ്. സ്നേഹം അവർക്ക് ലഭിക്കുന്നില്ല, തെറ്റായ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അവർക്ക് പേർപ്പസ് ലഭിക്കുന്നില്ല, തെറ്റായ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് അവർ മദ്യത്തിനും മരുന്നിനും പലതിനും ലോകത്തിൻ്റെ വഴികളിലൊക്കെ പോകുന്നതിൻ്റെ കാരണം. ആ സുവിശേഷം ചെല്ലുമ്പോൾ അവരുടെ ആ ഹൃദയങ്ങളിലൂടെ അത് തുളച്ച് ചെല്ലുന്നത് കാണുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ടീം ഇസ് ട്രാവലിംഗ് കണ്ടിന്യൂസ്ലി. ഇനി അടുത്ത ആഴ്ച ഉണ്ട്, അതിൻ്റെ അടുത്ത ആഴ്ച ഉണ്ട്. സോ വി ആർ ഗോയിങ് ബാക്ക് ടു ബാക്ക്. അത് കഴിഞ്ഞിട്ട് ദെൻ വി ആർ ഗോയിങ് ടു വെലോർ ആൻഡ് ദെൻ ടു ചെന്നൈ. അങ്ങനെ ഒരു സ്ഥിരമായിട്ട് ഞങ്ങൾ പോവുക, കോട്ടയം, ട്രിവാൻഡ്രം. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കണം. ടീമിലുള്ള ഒരുപാട് പേര് ആർ എക്സോസ്റ്റഡ്. കാരണം ഇത് നമുക്ക് ഫിസിക്കൽ എക്സോഷൻ ഉണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച എൻ്റെ ശരീരം വളരെ ഡൗൺ ആയിരുന്നു. പക്ഷെങ്കിൽ അതൊന്നും വിഷയമല്ല. ഓൾ ദാറ്റ് വി സീ റൈറ്റ് നൗ ഇസ് ഓൺലി ഫോർ എ ഫ്യൂ ഇയേഴ്സ്, അല്ലേ? അധികമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് നിത്യതയ്ക്ക് ഏറ്റവും ഫോർ ഇറ്റേണിറ്റി. വാട്ട് വി ഡു നൗ ഇസ് ഗോൺ മാറ്റർ. അതുകൊണ്ട് വിലയേറിയതായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഫോക്കസ് തെറ്റാതെ ഓടുവാൻ പ്രാർത്ഥിക്കണം, ഒന്നിച്ചോടുവാൻ പ്രാർത്ഥിക്കണം. ബലം, ആരോഗ്യം, ശക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ പിതാവ് ഈ 75-ാമത്തെ വയസ്സിൽ ഇപ്പോൾ പഞ്ചാബിൽ പോയിട്ട് 2 ദിവസത്തേക്ക് അവിടെ ഒരു ചെറിയ ക്രൈസിസ് വന്നു. സോ ഹി ഹാഡ് ടു ഗോ ഓൾ ദ വേ ദെയർ ആൻഡ് ഹി ഹാഡ് ടു കം ബാക്ക്. അതുകൊണ്ട് എവറിബഡി ഈസ് റണ്ണിങ്. എന്നാൽ ഗോഡ് ഇസ് പ്രോസ്പറിങ് ദ വർക്ക്. നമ്മുടെ കൈയുടെ വേലയെ കർത്താവാണ് സാധിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അനേകർ ക്രിസ്തുവിലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഭാരം വലുതാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഒരുപാട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി പലതിനും വഴി ഒരുക്കും എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഓൾറൈറ്റ്, മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം. ടുഡേ വിൽ ബി എ ഷോർട്ട് സ്റ്റഡി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല, ഞാൻ എപ്പോഴൊക്കെ ഷോർട്ട് സ്റ്റഡി എന്ന് പറയുന്നു ഞാൻ എൻ്റെ സമയം അതിക്രമിക്കാറുണ്ട്. പക്ഷേ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ വെരി ഷോർട്ട് സ്റ്റഡി. ഞാൻ അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഫൂൾസ് ആൻഡ് വൈസ് മെൻ, മൂഢന്മാരും വിദ്വാൻമാരും. ഓക്കെ, ദ ഫൂൾസ് ആൻഡ് വൈസ് മെൻ ആൻഡ് ദ കിങ് ഹു ഫുൾഫിൽ പ്രോഫസി. മത്തായിയുടെ സുവിശേഷം ഇസ് ഓൾ അബൌട്ട് ദ കിങ്, അല്ലേ? രാജാവിനെ കുറിച്ചും അവൻ്റെ രാജ്യത്വത്തെക്കുറിച്ചുമാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത്. എന്നാൽ 2-ാമത്തെ അധ്യായത്തിൽ പ്രവചനം പൂർത്തിയാക്കിയ രാജാവിനെ കുറിച്ച് നമ്മൾ കാണുക. ഹൗ ജീസസ് ഫുൾഫിൽ പ്രോഫസി നമ്മൾ ഒരുമിച്ച് നോക്കാൻ പോവുകയാണ്. ഔട്ട്ലൈനിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ബർത്ത് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ജീസസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന 1 മുതൽ 4-ാമത്തെ അധ്യായം വരെ. അത് കഴിയുമ്പോൾ ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ട്, അതിലേക്ക് നമ്മൾ കടക്കും. എന്നാൽ അടുത്ത സെഷൻ 3 വിൽ ബി എ വെരി ഇൻട്രസ്റ്റിംഗ് സെഷൻ. വളരെ നല്ലൊരു കഥാപാത്രമാണ് യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹം ഇതിലേക്ക് വരുന്നു. ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. സോ വി വിൽ ലേൺ ദാറ്റ് ടുഗെദർ. ഓൾറൈറ്റ്, നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 2 വരെ. മാത്യു ചാപ്റ്റർ 2 വേഴ്സസ് 1 and 2. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 1700 വർഷം ക്രിസ്തീയ സഭയെ ഡിസൈപ്പിൾ ചെയ്യാൻ ഉപയോഗിച്ച പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. ദ മോസ്റ്റ് റെഡ് ഡോക്യുമെന്റ് ഓഫ് ദ മോസ്റ്റ് റെഡ് ബുക്കാണ് മത്തായിയുടെ സുവിശേഷം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വം സ്ഥാപിക്കുകയാണ്, ദ കിങ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്. അത് സ്ഥാപിച്ചപ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ ജീനിയോളജി, വംശാവലിയിൽ എങ്ങനെയാണ് യേശുക്രിസ്തു ഫിറ്റ് ആകുന്നത് എന്നുള്ളത് മത്തായി പറയുന്നുണ്ട്, അല്ലേ? 2 വഴിക്കൂടെ, 2 വംശാവലിയിലൂടെയും എങ്ങനെയാണ് യേശുക്രിസ്തു ദാവീദിൻ്റെ പുത്രനും അബ്രഹാമിൻ്റെ പുത്രനും, അല്ലേ,
എന്ന് പറയുന്ന പോലെ നമ്മൾ ബെൻ ദാഹ്വീദ്, ബെൻ എബ്രാഹിം, അത് രണ്ട് കാര്യവും സൺ ഓഫ് എബ്രഹാം, സൺ ഓഫ് ഡേവിഡ് അവിടെ വ്യക്തമാക്കുന്നു. സോ ഹി ഹസ് പ്രൂവൺ ഹിസ് ഫസ്റ്റ് കേസ്. ഇപ്പൊ ഇസ്രായേലിന്റെ രാജാവാകുന്നത് എന്തുകൊണ്ടാണ്, ലോകത്തിന്റെ രാജാവാകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇപ്പോൾ സ്ഥാപിക്കാൻ പോകുന്നത്. അതിനകത്ത് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് വിദ്വാൻമാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വേർ ഇസ് ദ കിങ് ഓഫ് ദി ജൂസ്? വിദ്വാൻമാർ ഇസ്രായേലിലെ ആളുകളല്ല, അവർ യഹോവയിൽ വിശ്വസിച്ചവരല്ല, എവിടുന്നോ വന്നു, കിഴക്ക് നിന്ന്, വൈസ് മെൻ ഫ്രം ദി ഈസ്റ്റ്. അവരാരാന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. എന്നിട്ട് ഈ കുഞ്ഞിന്റെ മുമ്പിൽ ഇവൻ രാജാവാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ ബൈബിൾ വിശ്വസിക്കാമോ എന്ന് പറഞ്ഞൊരു 3 പാർട്ട് സീരീസ് ഞാൻ ചെയ്തിരുന്നു, ക്യാൻ വി ട്രസ്റ്റ് ദ ബൈബിൾ. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ലോങ് എക്സ്പ്ലനേഷനാണ് ഞാൻ 3 സെഷനായിട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിനെ ബൈബിൾ വിശ്വസിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം, വൺ ഓഫ് ദ റീസൺസ് ഐ തിങ്ക് മേ ബി ദ ഈസിയസ്റ്റ് റീസൺ ഫോർ എ റീസണിങ് മൈൻഡ് ടു ബിലീവ് ദാറ്റ് ദ സ്ക്രിപ്റ്റേഴ്സ് ആർ ട്രൂ ഇസ് ദ പ്രോഫസി അബൌട്ട് ജീസസ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചനങ്ങൾ 330-ൽ പരം പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ്, 500 വർഷം മുമ്പ്, 400 വർഷം മുമ്പൊക്കെ പ്രവചിച്ചവരുണ്ട്. ഈ പ്രവചനങ്ങളിലെ 4 പ്രവചനം മത്തായി ഇതിനകത്ത് എടുക്കുകയാണ്. ജസ്റ്റ് 4 പ്രോഫസീസ് അബൌട്ട് ലൊക്കേഷൻസ്, ജോഗ്രാഫിക്കൽ ലൊക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞ് മത്തായി തുടങ്ങുന്നു. 4 പ്രവചനങ്ങൾ. അതിനകത്ത് 4 ലൊക്കേഷൻ എടുക്കുന്നു, ബെത്ലഹേം, മിസ്രൈം, റാമ, നസറേത്ത്. 4 സ്ഥലങ്ങൾ എടുത്തിട്ട് പറയുക, ഇതൊക്കെ നിങ്ങളുടെ പിതാക്കന്മാർ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഈ ബൈബിൾ വിശ്വസിക്കാമോ എന്നുള്ള സീരീസിൽ ഈ ബൈബിൾ വിശ്വസിക്കാമോ എന്നുള്ളതിന് തെളിവെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഈ 330-ൽ 8 പ്രവചനങ്ങൾ മാത്രം എടുത്തെന്ന് വിചാരിക്കുക. ജസ്റ്റ് ടേക്ക് 8 ഓഫ് ദം. ഇതെല്ലാം ഒരു മനുഷ്യനിൽ സാധിക്കണമെങ്കിൽ കേട്ടോ, ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ടു ഹാപ്പൻ ഇൻ വൺ മാൻ is 1 in 10 to the power of 7. അതാണ് സാധ്യത. അതിപ്പോൾ നിങ്ങൾക്ക് 10 to the power പറഞ്ഞാൽ 0 പോത്തേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അത് എത്താണെന്ന്. അതുകൊണ്ട് ഒരു പ്രൊഫസർ അതിനൊരു കണക്ക് പറഞ്ഞു. ഓക്കെ, അപ്പോൾ US-ലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് മനസ്സിലാവും. ഇമാജിൻ ദ സ്റ്റേറ്റ് ഓഫ് ടെക്സസ്. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് ടെക്സസിൽ 2 അടി ഉയരത്തിൽ യു ഫിൽ ഇറ്റ് വിത്ത് സിൽവർ കോയിൻസ്. 2 അടി ഉയരത്തിൽ ദ ഹോൾ സ്റ്റേറ്റ് ഓഫ് ടെക്സസ് ഫിൽ ഇറ്റ് വിത്ത് സിൽവർ കോയിൻസ്. ഒരുത്തനെ കണ്ണ് കെട്ടിയിട്ട് ഇതിനകത്ത് ഒരു കോയിനാണ് നിന്റെ പ്രോബബിലിറ്റി എന്ന് വെക്കുക. അവനെ കണ്ണ് കെട്ടിയിട്ട് ഇതെല്ലാം ഷെയ്ക്ക് ചെയ്തിട്ട് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ജസ്റ്റ് 8 ഓഫ് പ്രോഫസീസ് ഓഫ് ജീസസ് പ്രോഫസീസ് ടു ബി ഫുൾഫിൽഡ് ഇൻ 1 പേഴ്സൺ. ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ ബൈബിൾ വിശ്വസിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ നിങ്ങൾ വേറെ വല്ലവരോടും ചെന്ന് പറ, ഇത് ഹൗ ക്യാൻ ഇറ്റ് നോട്ട് ബി? നിങ്ങൾ ബാക്കി എല്ലാം വിട്, യു ലീവ് എവ്രിതിങ് എൽസ്. ഈ ഒരൊറ്റ കാര്യം, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് വൺ തിങ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ വചനത്തിന് യാതൊരു മാറ്റവും വരത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു 4 കാര്യങ്ങൾ മത്തായി ഇപ്പോൾ പറയുന്നുണ്ട്. ആരാണ് ഈ വിദ്വാൻമാർ? കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്നു. ഈ വിദ്വാൻമാർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ വൈസ് മെൻ എന്നാണ് അവരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. വൈസ് മെൻ. മെജായ് എന്നുള്ളതാണ് മാഗോസ്, അല്ലെങ്കിൽ അങ്ങനത്തെ പദത്തിൽ നിന്നാണ് മെജായ് എന്ന് പറയുന്ന ഈ ഒരു ഇത് വരുന്നത്. ഈ മെജായ് എവിടെ നിന്ന് വന്നു? കിഴക്ക് നിന്ന്, ഫ്രം ദി ഈസ്റ്റ്. ഇവരാരാണ്? 7th century BC ഓൺവേർഡ്സ് ഇവരെ കുറിച്ചുള്ള റെഫറൻസ് ഹിസ്റ്റോറിക്കലി ഉണ്ട് കേട്ടോ. 7th century BC. അതുകൊണ്ട് ചുമ്മാ അങ്ങ് എഴുതുകയല്ല മത്തായി, ഇവരെ കുറിച്ചുള്ള റെഫറൻസ് 7th century BC തൊട്ടുണ്ട്. ആരാണ് ഇവർ? രസകരമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഈ മെജായ് എന്ന് പറഞ്ഞ ഒന്നാമത് ദൈവ പേഗൻസ്, അവർ അന്യദൈവത്തെ ആരാധിച്ചവരാണ്. പക്ഷെങ്കിൽ അവർ മോണോത്തീസ്റ്റിക് ആയിരുന്നു, ഏക ദൈവത്തിൽ വിശ്വസിച്ചവരാണ്. ദേ ബിലീവ്ഡ് ഇൻ വൺ ഗോഡ്. അതുകൊണ്ട് ഈ പേർഷ്യൻ കൾച്ചറിൽ സൊറാസ്ട്രിന്റെ പഠനങ്ങൾ അല്ലെ പഠിപ്പിക്കൽ വന്നപ്പോൾ ഈ സൊറാസ്ട്രിയനിസം എന്ന ആ ഒരു മതം അവരങ്ങ് ഏറ്റെടുത്തു. എങ്ങനെയാണ് സൊറാസ്ട്രിയനിസം വന്നത്? ഏകദൈവം. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, സൊറാസ്ട്രാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തത്. എന്നാൽ ദാര്യാവേശ് രാജാവ്, ആരാണ് ദാര്യാവേശ്? നിങ്ങൾക്ക് അറിയാമല്ലോ, ദാനിയേലിന്റെ കാലത്തെ രാജാവ് ദാര്യാവേശ് രാജാവ്
പേർഷ്യയിലായിരുന്നപ്പോൾ ഇത് തൻ്റെ ദേശത്തിൻ്റെ മതമായി, നാഷണൽ റിലിജനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. മനസ്സിലായോ? കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിറ്റി പ്രഖ്യാപിച്ചതുപോലെ ഇദ്ദേഹം ഡാരിയസ് എന്ത് ചെയ്തു? ഹി മെയ്ഡ് സൊറാസ്ട്രനിസം ദ സ്റ്റേറ്റ് റിലിജൻ ഓഫ് പേർഷ്യ. ഓക്കെ, അതുകൊണ്ട് അവർക്ക് ഏകദൈവമുണ്ട്. എന്നാൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഇവരാണ് ടോപ്പ് ഒഫീഷ്യൽസ്. ഈ മാജായ് എന്ന് പറയുന്നതാണ് ടോപ്പ് ഒഫീഷ്യൽസ്. അതുകൊണ്ടാണ് സ്വപ്നം കണ്ടപ്പോൾ എന്താ ചോദിച്ചത്? എൻ്റെ സ്വപ്നം പറഞ്ഞു തരാൻ വിദ്വാൻമാരെയാണ് വിളിച്ചത്. ആരാണ് വിദ്വാൻമാർ? ദേ ആർ ദ ടോപ്പ് പീപ്പിൾ ഓർ ഹൈ റാങ്കിങ് ഒഫീഷ്യൽസ് ഓഫ് ദ കിങ്ഡം. ഇവർക്ക് ആർക്കും സ്വപ്നം വിവരിച്ചു കൊടുക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ദാനിയേലാണ് സ്വപ്നം പറഞ്ഞത്. അപ്പൊ ദാനിയേൽ സ്വപ്നം പറഞ്ഞു കൊടുത്തപ്പോൾ ദാര്യാവേശ് ചോദിച്ചു, ആരാണ് നിനക്ക് ഈ സ്വപ്നം പറഞ്ഞതെന്ന്, സ്വപ്നത്തിന്റെ അർത്ഥം. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു ദൈവമുണ്ട്, അവനാണ് യഥാർത്ഥ ദൈവം. മനസ്സിലായോ? അപ്പൊ ദാര്യാവേശ് പറഞ്ഞു, ദാനിയേലിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവം ഇല്ലെന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഡാരിയസ് ഇസ് എ പേഗൻ കിങ്. അദ്ദേഹം ഒരു യഹോവ ഭക്തനായിരുന്നു എന്നുള്ള പ്രൂഫ് ഒന്നുമില്ല. though he acknowledged that the God of Israel was the God of all. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കി ദാനിയേലിന്റെ ദൈവം സത്യദൈവമാണ്. അതുകൊണ്ട് ദാനിയേലിനെ എന്ത് ചെയ്തു? ഈ പറഞ്ഞ മാജായുടെയൊക്കെ മുകളിലാക്കി. അപ്പോൾ ഇപ്പോൾ ദാനിയേലിന്റെ കീഴിലാണ് മാജായ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ദാനിയേൽ എന്ത് ചെയ്യും? ദാനിയേൽ അവരെ തൻ്റെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കും. യെസോനോ? തൻ്റെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചത് കൊണ്ട് തൻ്റെ ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഈ മെജായ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം മെജായുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ മാനുസ്ക്രിപ്റ്റ്സും അവരുടെ ഹിസ്റ്റോറിക്കൽ ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവരതിനകത്ത് പല കാര്യങ്ങൾ രേഖപ്പെടുത്തി കാണും. അതിനകത്ത് രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ ദാനിയേൽ അവരോട് ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഇസ്രായേലിന്റെ ദൈവത്തിനകത്ത് എന്താണ് കാണുന്നത്? പ്രവചനം, പഴയ നിയമ പ്രവചനമുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അവൻ ബേത്ലഹേമിൽ ജനിക്കൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുക. ഇവരുടെ പ്രത്യേകത, ഈ മേജ, ഈ കൂട്ടർ, അതായത് യേശുക്രിസ്തുവിനെ കാണാൻ വന്ന ഈ മേജയുടെ കൂട്ടർ എന്ന് പറഞ്ഞാൽ അവര് വളരെ ആസ്ട്രോണമി പഠിച്ചവരാണ്. ദേ വർ സ്റ്റഡിങ് ദ സ്റ്റാർസ്. അവർ ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുന്നവരും അങ്ങനത്തെ അറിവുള്ളവരാണ്. അവരങ്ങനെ പഠിച്ചുകൊണ്ട് വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം അവരോട് വെളിപ്പെട്ടത് ഈ നക്ഷത്രങ്ങളിലൂടെ. ബട്ട് ലുക്ക് അറ്റ് ഹൗ ഗോഡ് ഇസ് പ്ലാനിങ് ഹിസ് ഗ്രാൻഡ് റിഡംഷൻ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഓർക്കും, ഇസ്രായേൽ മക്കള് ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോയി. ശരി, പോയി. അത് കഴിഞ്ഞ് അവിടെ ഒരു ദാനിയേലുണ്ട്. ദാനിയേൽ ആയിക്കോട്ടെ, ദാനിയേൽ അവിടെ പ്രധാനമന്ത്രിയാകുന്നു. അതെന്തോ വലിയ കാര്യം. പ്രധാനമന്ത്രി മെജായുടെ മുകളിലാകുന്നു. പ്രധാനമന്ത്രി മെജായെ പഠിപ്പിക്കുന്നു. ഈ പഠിപ്പിച്ചവർ അനേക വർഷങ്ങൾക്ക് ശേഷം, 500-600 വർഷങ്ങൾക്ക് ശേഷം യേശുക്രിസ്തുവിനെ കുമ്പിടാൻ വരുന്നു. സി ഹൗ ഗോഡ് ഇസ് വർക്കിംഗ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് ടൈം. ഹി ഇസ് ദ ഗോഡ് ഓഫ് ദ ക്രോണോസ് എന്ന് പറഞ്ഞാൽ സമയം അവന്റെ കയ്യിലാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, കർത്താവ്, ഇപ്പോഴത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ കൊള്ളത്തില്ല, പ്രസിഡന്റ് തീരെ ആകെ ശരിയാകുന്നില്ല, ഇറ്റ്സ് ഓൾ ഔട്ട് ഓഫ് കൺട്രോൾ. ഒന്നും ഔട്ട് ഓഫ് കൺട്രോൾ അല്ല. ഗോഡ് ഇസ് കംപ്ലീറ്റ്ലി ഇൻ കൺട്രോൾ. ആരെ വാഴിക്കണമെന്നും ആരെ താഴെ ഇടണമെന്നൊക്കെ ഉള്ള ദൈവം തീരുമാനിക്കും. ആൻഡ് ഗോഡ് ഇസ് വർക്കിംഗ് ഔട്ട് ഹിസ് പേർപ്പസസ്. പക്ഷെങ്കിൽ 600 വർഷം കഴിയുമ്പോഴേ ഇതിന്റെ പേർപ്പസ് നമുക്ക് വെളിപ്പെടുത്തുള്ളൂ. മനസ്സിലായോ? നമുക്ക് കാണാൻ പറ്റത്തില്ല, ബട്ട് ഗോഡ് ഇസ് വർക്കിംഗ്. സോ ഗോഡ് ഇസ് ദ ഗോഡ് ഓഫ് ഹിസ്റ്ററി. ചരിത്രം അവന്റെ കയ്യിലാണ്. ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. ഓൾറൈറ്റ്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും വലിയ രസകരമായ കാര്യം, ഈ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ, ഇഫ് യു സീക്ക് മീ വിത്ത് ഓൾ യുവർ മൈൻഡ് യു വിൽ ഫൈൻഡ് മീ. അതുകൊണ്ട് നിങ്ങൾ കിടക്കുന്നത്, ഈവൻ ഇഫ് യു ആർ ഇൻ ദ ഈസ്റ്റ് ആൻഡ് യു ആർ വേർഷിപ്പിംഗ് അനദർ ഗോഡ്, when God, and if you desire for the truth, God will reveal himself. ഏത് മതസ്ഥരും ആയിക്കോട്ടെ, let them be based anywhere across the world. If you want to seek the truth, if you are seeking the truth, the Lord will reveal himself to you. The Lord will reveal himself to you. ഇറാനെ കുറിച്ചൊക്കെ നമ്മൾ പറയും, ഇറാൻ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അതാണെന്നൊക്കെ പറയും. ഇറാൻ ഹാസ് ദ ഫാസ്റ്റസ്റ്റ് അണ്ടർഗ്രൗണ്ട് ചർച്ച്, ഗ്രോയിങ് ചർച്ച് എന്നുള്ള കാര്യം അറിയോ? ഇറാൻ ഹാസ് ദ ഫാസ്റ്റസ്റ്റ് അണ്ടർഗ്രൗണ്ട് ക്രിസ്ത്യൻ ചർച്ച്, ദ ഫാസ്റ്റസ്റ്റ് ഗ്ലോബലി. അതെങ്ങനെ സംഭവിക്കുന്നത്? ദൈവം കർത്താവ് ദർശനങ്ങളിലൂടെ ആളുകളോട് വെളിപ്പെടുന്നു. സുവിശേഷം ആരും അറിയാത്ത വഴികളിലൂടെ പരക്കപ്പെടുന്നു. എങ്ങനെ ഇത് സംഭവിക്കുന്നു? ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. നമ്മൾ ഓർക്കുന്നത് ഇത് ഈ അയ്യത്തുള്ള കമ്പനി പുള്ളിയാണ് പ്രശ്നക്കാരൻ. പുള്ളി അവിടെ ഇരിക്കുമ്പോൾ ക്രൈസ്റ്റ് സ്റ്റിൽ ബിൽഡിംഗ് ഹിസ് ചർച്ച്. ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഗ്ലോബൽ ചർച്ച് ഇസ് ദ ഇറാനിയൻ ചർച്ച്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ,
we as Christians should not be these എന്തോ ഈ ഡിസപ്പോയിന്റഡ് ഹോപ്പ്ലെസ് പീപ്പിൾ അല്ല നമ്മൾ. ഈവൻ വെൻ തിങ്സ് ആർ നോട്ട് ഗോയിങ് അറൌണ്ട് ദ വേ വി വാണ്ട് ഇറ്റ് ടു ഹാപ്പൻ, ഗോഡ് ഇസ് സ്റ്റിൽ വർക്കിംഗ് ഔട്ട് ഹിസ് സ്റ്റോറി. ഇതിനകത്തൂടെ ഒക്കെ ദൈവം ചരിത്രം എഴുതുക എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഈ ഇപ്പം നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമൊന്നുമല്ല, സിമ്പിൾ ചോദ്യം. ഇപ്പം എൻ്റെ മക്കളോട് ചോദിച്ചാൽ അവർ പറയും, നമ്മൾ എപ്പോൾ നോക്കിയാലും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതൊക്കെ വി ഓൾവേസ് ലുക്ക് അറ്റ് ഇറ്റ് ഈസ്റ്റ് വെസ്റ്റ് അല്ലേ? ഈസ്റ്റ് വെസ്റ്റ് ആണ് ഈ സ്റ്റാർസിന്റെ മൂവ്മെന്റ്. അതിന്റെ കാരണം തന്നെ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഏർത്തിന്റെ റൊട്ടേഷനാണ്. അപ്പൊ ഏർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന കാലത്തോളം എന്ത് വന്നാലും ദ സൺ വിൽ റൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ വെസ്റ്റ് അല്ലേ? അതിനകത്ത് തെറ്റൊന്നുമില്ല, ഒരിക്കലും അതിനകത്തൊരു മാറ്റം വരത്തില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇഫ് ദ സൺ ഇസ് റൈസിങ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റിംഗ് ഇൻ ദ വെസ്റ്റ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാണുന്ന വിദ്വാൻമാർ എവിടുന്നാണ് വരുന്നത്? അവർ കിഴക്ക് നിന്ന് വരുന്നു. അവരെങ്ങോട്ടാണ് വരുന്നത്? ബെത്ലഹേമിലേക്ക് വരുന്നു. അവരാദ്യം ആരെയെ കാണുന്നത്? ഹെരോദാവിനെ കാണുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദിസ് സ്റ്റാർ, വാട്ട് എവർ ഈ നക്ഷത്രം എന്ന് പറയുന്നത്, ഇസ് മൂവിങ് ഫ്രം നോർത്ത് ടു സൗത്ത് അല്ലേ? അപ്പൊ എന്റെ ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കുന്നു? ഹൗ ഇസ് ദിസ് പോസിബിൾ? അപ്പൊ സോ വി ഓൾ അക്നോളജ് ദാറ്റ് ഇറ്റ് സൂപ്പർ നാച്ചുറൽ. നമ്മളിങ്ങനെ വേറെ ലെറ്റ്സ് നോട്ട് ട്രൈ ടു എക്സ്പ്ലെയിൻ, ഇറ്റ് സൂപ്പർ നാച്ചുറൽ, റൈറ്റ്? എന്റെ പോയിന്റ് അതല്ല. എന്റെ പോയിന്റ് ഇതാ, God will guide his children even if it means that he has to disrupt the cosmos. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇപ്പം ഇഫ് ഐ എം ഹംബിൾ ആൻഡ് ഇഫ് ഐ എം ഹംഗ്രി ആൻഡ് ഐ സേ ലോർഡ് ഐ വാണ്ട് യു ടു ലീഡ് മീ, അടുത്തത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ഈവൻ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഡിസ്റപ്റ്റിംഗ് ദ കോസ്മോസ്, ദ ലോർഡ് വിൽ ഗൈഡ് ഹിസ് ചിൽഡ്രൻ. ദൈവത്തിന്റെ വാക്തത്വമാണ്, തൻ്റെ മക്കൾക്കെല്ലാം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വാക്തത്വമാണ്, ഐ വിൽ ഗൈഡ് യു വിത്ത് മൈ റൈച്ചസ് റൈറ്റ് ഐ. ഞാൻ നിങ്ങളെ പോകേണ്ട വഴി കാണിക്കൂ എന്നുള്ളത് ദൈവത്തിൻ്റെ വാക്തത്വമാണ്. അതുകൊണ്ട് ആരെങ്കിലും കർത്താവ് എൻ്റെ ജീവിതം കൂടെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്, ആരെങ്കിലും കുഴപ്പത്തിലുണ്ടെങ്കിൽ സ്റ്റേ ഹംബിൾ ആൻഡ് സ്റ്റേ ഹംഗ്രി, ദ ലോർഡ് വിൽ ഗൈഡ് യു. ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാരെ അവിടുന്ന് ഇവിടം വരെ കർത്താവ് നയിച്ചെങ്കിൽ എത്ര മനോഹരമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന കർത്താവ് നമ്മളെ നടത്തും. That is how God will guide his people. Be very confident that God's guidance is perfect. Alright. പിന്നെ 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറയട്ടെ. മിസ്കൺസെപ്ഷൻസ് അബൌട്ട് ദ വൈസ് മെൻ. ചില തെറ്റിദ്ധാരണകളുണ്ട് ഈ വിദ്വാൻമാരെ കുറിച്ച്. ഒന്ന്, നമ്മൾ വി ത്രീ കിങ്സ് ഓഫ് ഓറിയന്റ്, നമ്മൾ എല്ലാ ക്രിസ്മസിനും നമ്മളെല്ലാം കൂടെ പാടും, ഇവർ രാജാക്കന്മാരല്ലായിരുന്നു കേട്ടോ. ദേ വർ നോട്ട് കിങ്സ്, ദേ വർ ജസ്റ്റ് വൈസ് മെൻ. ഇവരായിരുന്നു രാജാക്കന്മാരെ ആക്കുന്നത്. ദേ വർ ജസ്റ്റ് വൈസ് മെൻ, ബട്ട് ദേ വർ നോട്ട് കിങ്സ്. അതൊന്ന്. 2, വി ത്രീ കിങ്സ് എന്ന് പാടുമ്പോൾ ഉടനെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ് 3 വിദ്വാൻമാർ. അപ്പോൾ ഏത് നമ്മൾ മേഞ്ചർ എടുത്ത് നോക്കിയാലും 3 രാജാക്കന്മാരെയാണ് കാണുന്നത് അല്ലേ? എങ്ങും എഴുതിയിട്ടില്ല 3 രാജാക്കന്മാരാണെന്ന്. 3 രാജാക്കന്മാരാന്ന് പറയുന്നതിന്റെ കാരണം ഗോൾഡ്, മേർ ആൻഡ് ഫ്രാങ്കിൻസെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 3ആയിട്ട് നമ്മൾ അങ്ങ് എടുക്കുന്നേ ഉള്ളൂ. 3 എങ്ങും പറഞ്ഞിട്ടില്ല. ഓക്കെ, ബൈബിളിൽ ഇല്ലാത്ത കാര്യം നമ്മൾ പഠിപ്പിക്കരുത്, നമ്മൾ ചെയ്യരുത്. ഇങ്ങനെയാണ് പല കാര്യങ്ങൾ അകത്തോട്ട് കയറുന്നത്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ 3 രാജാക്കന്മാർ ഇവിടെ നിർത്തിക്കൊണ്ട് വലിയ പ്രശ്നമാണെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ മൈൻഡ് ദാറ്റ് ഇറ്റ്സ് നോട്ട് 3 കിങ്സ്. ഓക്കെ, അല്ലെങ്കിൽ 3 പേരല്ല, ഇറ്റ് ക്യാൻ ബി മെനി ഇൻ നമ്പർ. 3, they did not arrive at the birth of Jesus. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ നമ്മൾ ഈ സൺഡേ സ്കൂളിലെ പിള്ളേർ ഈ മാലാഖമാർ പറക്കുന്നു, അതിന് മറിയ കുഞ്ഞിൻ്റെ കൂടെ. എന്നിട്ട് പശു തൊട്ടിയിൽ എന്താ കാണുന്നത്? 3 രാജാക്കന്മാർ പശു തൊട്ടിയിലുണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ആട്ടിടയന്മാരുമുണ്ട്. ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, പശു തൊട്ടിയിലല്ല വിദ്വാൻമാർ വരുമ്പോൾ, അത് ഞാൻ പറയാം, ഭവനത്തിൽ ചെന്നു എന്നാണ് പറയുന്നത്. സോ ദേ ആർ ഇൻ ദ ഹൗസ്, റൈറ്റ്? അപ്പൊ ഇങ്ങനെയുള്ള ചില മിസ്കൺസെപ്ഷൻസ് നമുക്കുണ്ട്. നമ്മുടെ ക്രിസ്മസ് സ്റ്റോറി ഞാൻ അതിപ്പോൾ കാണിച്ചത് കൊണ്ടോ അല്ലെ വിദ്വാൻമാരെയും ആട്ടിടയന്മാരെയും ഒരുമിച്ച് കാണിച്ചുകൊണ്ടോ ഒന്നും ഒരു പ്രശ്നമില്ല. ദിസ് ഇസ് ഓൾ പോയറ്റിക്. യു ക്യാൻ ഡു വാട്ട് എവർ. ദ പോയിന്റ് ഇസ് സംടൈംസ് ദീസ് ട്രഡിഷൻസ് വിൽ സ്റ്റാർട്ട്, ദ പവർ ഓഫ് ട്രഡിഷൻസ് ടു എഫക്റ്റ് അവർ ഫെയ്ത്ത് എന്നുള്ള ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം നമ്മൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത് എത്ര മനോഹരമായിട്ട് ട്രഡീഷണലി നമ്മുടെ അകത്തോട്ട് കയറുന്നത്. സോ കമ്മ്യൂണിക്കേറ്റ് ദ റൈറ്റ് തിങ് സോ ദാറ്റ് എവറിബഡി വിൽ ഗെറ്റ് ദ റൈറ്റ് തിങ്. ഇതിപ്പോൾ വലിയ ഡോക്ടറിനൽ ഇഷ്യൂ ഒന്നും ഉള്ള കാര്യമല്ല. സോ ഇറ്റ്സ് ഫൈൻ. ബട്ട് ഐ എം സേയിങ് ബി വെരി കെയർഫുൾ വാട്ട് വി കമ്മ്യൂണിക്കേറ്റ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. കാരണം ഇത് തലമുറയായിട്ട് താഴോട്ട് വരുമ്പോൾ ഓരോന്ന് കയറി കൂടും എന്നുള്ള കാര്യം. ഓക്കെ, ദാറ്റ്സ് ജസ്റ്റ് ഫോർ അവർ ഇൻഫർമേഷൻ. എന്നാൽ ഈ വിദ്വാൻമാരെ കുറിച്ച് നമ്മൾ പറയുന്നു, വൈസ് മെൻ ആർ സീക്കിംഗ് ജീസസ്. അതിൻ്റെ ഇടയിൽ ഒരു മൂഢൻ, ഒരു മഠയൻ, എ ഫൂൾ, ഹെരോദ രാജാവ്,
3-8, മത്തായിയുടെ സുവിശേഷം 2:3-8 വരെ. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു. കേട്ടോ, എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഇവിടെ ഭ്രമിക്കുന്നു. ഇത് എപ്പോഴും സംഭവിക്കും. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദിയയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. വെരി ക്ലിയർ ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫസി എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ഹെരോദ രാജാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ വേറൊരു കഥാപാത്രം ഹെരോദ രാജാവ്. ഹെരോദ രാജാവ് എന്ന് പറയുന്നത് യഹൂദനല്ലായിരുന്നു. ഹി വാസ് എൻ ഈഡമൈറ്റ്. അതുകൊണ്ട് മുഴുവൻ ഒരു യഹൂദനല്ലായിരുന്നു. എന്നാൽ യഹൂദ പാരമ്പര്യം അറിയാം, യഹൂദ തിരുവചനങ്ങൾ അറിയാം. ഹി വാസ് റൂളിംഗ് ഓവർ ദ ജൂസ്, ബട്ട് ഹി വാസ് എ പ്രോക്സി റൂളർ. റോമൻ സാമ്രാജ്യം, റോമാക്കാരെല്ലാം കൂടെ അദ്ദേഹത്തിനെ പിടിച്ച് ആക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹി വാസ് നോട്ട് എ ഫുൾ ജൂ. എന്നാൽ ഈ ഹെരോദ രാജാവ് വാസ് എ ബ്രില്യൻ്റ് അഡ്മിനിസ്ട്രേറ്റർ. ബഹുമിടുക്കനായിരുന്നു. എല്ലാം കുറ്റമൊന്നും പറയാനൊക്കത്തില്ല. വെരി ഗുഡ്. ഈവൻ നല്ല ദാനങ്ങൾ ജനത്തിന് കൊടുത്തു. ക്രൈസിസിന്റെ സമയത്ത്, ഫാമിന്റെ സമയത്ത് ഹി ഗേവ് ഗുഡ് സ്റ്റഫ് ടു ദ പീപ്പിൾ. അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു. ഹി വാസ് എ ബ്രില്യൻ്റ് അഡ്മിനിസ്ട്രേറ്റർ. യെറ്റ് ഒരു ക്രൂരനായിരുന്നു. ചിലപ്പോൾ നമ്മളുണ്ടല്ലോ, ഇന്നത്തെ നമ്മുടെ ലോകത്തിന്റെ നേതാക്കന്മാരുടെ പ്രത്യേകത, ദേ ആർ വെരി ഗുഡ് അറ്റ് അഡ്മിനിസ്ട്രേഷൻ, ദേ ആർ വെരി ഗുഡ് അറ്റ് ദിസ്. പക്ഷേ ഇൻസൈഡ് ദർ ഹാർട്ട് ദേ ആർ എക്സ്ട്രീംലി ക്രൂവൽ പീപ്പിൾ. തൻ്റെ 2 സ്വന്തം പുത്രന്മാരെ കൊന്നുകളഞ്ഞു. ബിക്കോസ് ഹി വാസ് സ്കെയർഡ് ദാറ്റ് ദേ വുഡ് ടേക്ക് ഓവർ ഹിസ് ത്രോൺ. 2 സ്വന്തം പുത്രന്മാരെ കൊന്നുകളഞ്ഞു. ആദ്യത്തെ ഭാര്യയും കൊന്നു. ഇതാണ് ഈ മനുഷ്യൻ. കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? പെട്ടെന്ന് മഹാപുരോഹിതനെയും ശാസ്ത്രിമാരെയും കൂട്ടി വരുത്തിയിട്ട് ചോദിച്ചു, ഇവിടെ നിങ്ങളുടെ രാജാവ് വരുന്നു എന്നൊക്കെ നിങ്ങൾക്കൊരു പ്രവചനം ഉണ്ടല്ലോ, എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എവിടെ ആയിരിക്കണം? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഇത് ബേത്ലഹേമിൽ തന്നെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാർക്കും വ്യക്തമായിട്ട് അറിയാമായിരുന്നു അവരുടെ രാജാവ് മശീഹ ബേത്ലഹേമിൽ നിന്ന് വരണം. എന്നിട്ട് പോലും അവരുടെ മൂക്കിന്റെ കീഴിൽ ഈ സംഭവം നടന്നിട്ടും മശീഹയെ കണ്ടപ്പോൾ അവർക്ക് തിരിച്ചറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇതാണ് ഹാവിങ് ഐസ് ആൻഡ് യെറ്റ് നോട്ട് സീയിങ്. ഇന്നും നമ്മുടെ സഭകളിൽ അനേകരുണ്ട്. ദേ ഹാവ് ദി ഐസ്, ദേ ആർ നോട്ട് ഏബിൾ ടു സീ. ക്രിസ്തു നമ്മുടെ കണ്ണ് തുറന്നെങ്കിൽ സ്തോത്രം പറഞ്ഞോണം, അത് കൃപയാണ്. ഇറ്റ്സ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് വി ആർ ഏബിൾ ടു സീ ദ മാഗ്നിഫിസൻസ് ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ക്രൈസ്റ്റ്. അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്, മറ്റൊന്നും അല്ല. എന്നാൽ ഈ ഒന്നാമത്തെ ക്രിസ്തുമസ്, ദ ഫസ്റ്റ് ക്രിസ്മസ് മിസ് ചെയ്ത വ്യക്തിയാണ് ഹെരോദാവ്. ഹി മിസ്ഡ് ദ ഫസ്റ്റ് ക്രിസ്മസ്. വൈ ഡിഡ് ഹി മിസ് ദ ഫസ്റ്റ് ക്രിസ്മസ്? 4 കാര്യം പെട്ടെന്നൊന്ന് പറയട്ടെ. ഒന്ന്, എ ഹാർട്ട് ഓഫ് ഡിഫൈൽമെന്റ്. ആരായിരുന്നു ഹെരോദ രാജാവ്? ഹി വാസ് എൻ അഡൾട്ടറർ, ഹി വാസ് എ മർഡറർ, എ ഹാർട്ട് ഓഫ് ഡിഫൈൽമെന്റ്. ഈ കഠിന ഹൃദയമുള്ളവര് they will miss Christmas. Sin can harden your heart and defile your heart such that you will miss Christmas. ക്രിസ്മസിന്റെ അനുഭവം, ഇത് ഡിസംബർ 25 വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നും. ക്രിസ്മസിന്റെ അനുഭവം ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ട്. അത് മിസ്സാകുന്നത് ആർക്കാ? എ പേഴ്സൺ വിത്ത് എ ഡിഫൈൽഡ് ഹാർട്ട്. 2, എ പേഴ്സൺ ഓഫ് ഡിസീറ്റ്. അതുകൊണ്ടാണ് ആ കുറുക്കനോട് ചെന്ന് പറഞ്ഞേക്കാൻ എന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. ഗോ ടെൽ ദാറ്റ് ഫോക്സ് എന്ന് പറഞ്ഞതിന്റെ കാരണം വാസ് എ ഡിസീറ്റ്ഫുൾ. എല്ലാം കണ്ണിങ് ആണ്. ഈ വഞ്ചന അകത്ത് കിടക്കുന്നവനെ, ഹൂ ഇസ് ഫുൾ ഓഫ് ഡിസീറ്റ്, ഹി വിൽ മിസ് ക്രിസ്മസ്. ക്രിസ്മസിന്റെ സന്തോഷം മിസ് ചെയ്യണമെങ്കിൽ വഞ്ചനയുടെ ഒരു ആത്മാവ് മതി, നത്തിങ് എൽസ്. ഫുൾ ഓഫ് ഡിസീറ്റ്. 3, ഹി വാസ് എ ഹിപ്പോക്രിറ്റ്. ഹി പ്ലേഡ് റിലിജൻ. എന്താ പറഞ്ഞെന്നറിയാവോ? 8ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. ഐ വിൽ ഓൾസോ കം ആൻഡ് വേർഷിപ്പ്. എന്തിനാ? അവനെ കൊന്നുകളയാൻ. ലോട്ട് ഓഫ് പീപ്പിൾ വേർഷിപ്പ് ഗോഡ് ഫോർ ദ റോങ് റീസൺസ്. ദേ പ്ലേ റിലിജൻ, അല്ലേ? എന്തൊക്കെയോ കൂട്ടിക്കാണലുണ്ട്. അതും ചെയ്യും, ഇതും ചെയ്യും, പല പരിപാടിയുണ്ട്, ചർച്ചിലുണ്ട്, കമ്മിറ്റിയിലുണ്ട്, എല്ലാ പരിപാടിയുണ്ട്. പക്ഷെങ്കിൽ യഥാർത്ഥ ഭക്തിയല്ല. ഇറ്റ് ഈസ് നോട്ട് ട്രൂ റിലിജൻ, ഇറ്റ് ഈസ് ഹിപ്പോക്രസി. അതായിരുന്നു ഹെരോദാവ്. 4, വെരി ഇമ്പോർട്ടൻറ്റ്, ഹങ്കർ ഫോർ പവർ. തൻ്റെ സിംഹാസനം വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഭയം. ഹങ്കർ ഫോർ പവർ.
പ്രിയമുള്ളവരെ, ഒരു കാര്യമുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സിംഹാസനമുണ്ട്. ഈദർ യു ആർ സിറ്റിംഗ് ഓൺ ദ ത്രോൺ ഓർ ക്രൈസ്റ്റ് ഇസ് സിറ്റിംഗ് ഓൺ ദ ത്രോൺ. ഈ രണ്ട് പേരൂടെ പറ്റത്തില്ല. ഹെരോദാവിന് അത് മനസ്സിലായി. ഒരു രാജാവ് വരുന്നുണ്ടെങ്കിൽ ആ രാജാവ് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. കർത്താവ് എന്നെ പറഞ്ഞു, എനിക്ക് നിന്റെ സിംഹാസനമൊന്നും വേണ്ട, എൻ്റെ സിംഹാസനം ഐഹികമല്ല, ഇറ്റ്സ് നോട്ട് ഓഫ് ദിസ് എർത്ത്. ഒക്കെ ശരിയാണ്. ബട്ട് ദ സ്പിരിച്വൽ ട്രൂത്ത് ഇസ് there is a throne on your heart which can be occupied by only one. Either you are sitting on that throne or Christ is enthroned. അപ്പോൾ ഇന്ന് ചോദ്യം, പലപ്പോഴും ക്രിസ്മസിന്റെ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണം is because I am not willing to step off my throne. അതാണ് അതിന്റെ ഒറ്റ വിഷയം. ഇന്നും ആ അനുഭവത്തിൽ ഹെരോദാവിനെ പോലെ അനേകർ ഇരിക്കുന്നതിന് I want to control my life. I want to have full sovereignty over my life. I will make the decisions I want to make. I will choose which way to go. I will choose. പ്രിയമുള്ളവരെ, that is you sitting on your throne. എന്നാൽ ക്രിസ്തു വന്നാൽ രണ്ടുപേർ കൂടി ഇരിക്കാൻ സ്ഥലമില്ല. ഒന്ന് എഴുന്നേറ്റ് മാറിയാൽ ക്രിസ്തു. പക്ഷെ പലപ്പോഴും നമ്മൾ സിംഹാസനത്തിൽ ക്രിസ്തുവിനെ ഇരുത്താത്തതിന്റെ കാരണം എന്താണെന്നറിയോ? ക്രിസ്തു എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ള ഭയം, അല്ലേ? എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുമോ? അതായിരുന്നു ഹെരോദാവിന്റെ പേടി. എന്തെങ്കിലും. ഞാൻ പറയട്ടെ, ക്രിസ്തു എടുക്കും. അവൻ രാജാവാണെ അവൻ എടുക്കും. ഹി വിൽ ടേക്ക്. എന്തൊക്കെ എടുക്കുമെന്നറിയോ? എൻ്റെ പാപത്തിൻ്റെ ഭാരം അവനെടുക്കും, അല്ലേ? എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലയിലുള്ള നിസ്സഹായ അവസ്ഥകളെ അവൻ എടുത്ത് മാറ്റും. He will remove suicidal tendencies. He will remove from my life depression. He will remove from my life guilt and condemnation. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എത്രയോ കാര്യങ്ങൾ അവൻ എടുത്തുകൊണ്ട് പോകും. അവനെ സിംഹാസനത്തിൽ ഇരുത്താത്തത് എൻ്റെ സോവറിനിറ്റി പോകുന്നുള്ള ഭയം കൊണ്ടല്ലേ? ബട്ട് ഐ ക്യാൻ ടെൽ യു വൺ തിങ്, യു വിൽ ഫൈൻഡ് ട്രൂ ഫ്രീഡം വെൻ യു ആർ എ സ്ലേവ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിന് ദാസനായിരിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ടിൽ ദെൻ യു ഡോണ്ട് നോ വാട്ട് ഫ്രീഡം ഇസ്. നമ്മൾ ചിന്തിക്കുന്നു, കർത്താവ് വന്നു കഴിഞ്ഞാൽ അയ്യോ കർത്താവ് എന്നെ ഇനി അത് ചെയ്യാം, ഞാൻ കർത്താവ് എൻ്റെ സിംഹാസനത്തിൽ ഇരുന്നാൽ പിന്നെ എനിക്ക് ഇന്ന ആഗ്രഹങ്ങളും ഇന്ന ആംബിഷൻസ് ഉണ്ട്, ആംബിഷൻസ് ഒക്കെ സറണ്ടർ ചെയ്യണം. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെങ്കിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് കണ്ടിട്ടില്ല. യു ഹാവ് നോ ഐഡിയ വാട്ട് ഗോഡ് ഹാസ് ഇൻ സ്റ്റോർ ഫോർ യു, അല്ലേ? പക്ഷെ ക്രിസ്തുവിനെ രാജാവായി വാഴിക്കണം. ക്രിസ്തുവിനെ രാജാവായി വാഴിക്കാത്ത കാലത്തോളം, ഞാൻ എപ്പോഴും പറയുന്നു, ഐ എം റിപ്പീറ്റിംഗ് മൈ സെൽഫ്, ജീസസ് ഇസ് ഈദർ ലോർഡ് ഓഫ് ഓൾ ഓർ ഹി ഇസ്ന്റ് ലോർഡ് അറ്റ് ഓൾ. അവൻ ഒന്നുകിൽ സകലത്തിനും കർത്താവ്, അല്ലെങ്കിൽ അവൻ കർത്താവേ അല്ല. അതുകൊണ്ട് ഹെരോദാവിന് പറ്റിയ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ പറ്റരുത്. Let him sit on the throne. Let him sit on the throne. എന്നാൽ ഈ വിദ്വാൻമാരെ ഒന്ന് നോക്കിയേ, the three wise men. അവരുടെ പ്രതികരണം എന്താ? ടോട്ടലി ഡിഫറെന്റ്. ഒന്ന്, രാജാവിനെ കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. They rejoiced when they saw the king. സന്തോഷിച്ചു. See, when you truly see the king, there is rejoicing. ഇതുവരെ സന്തോഷം അനുഭവിക്കാത്തവർ ക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ സന്തോഷം അനുഭവിക്കും. You think the pleasures of the world will give you joy? They will not give you joy. They will only give you fleeting happiness. എന്നാൽ ക്രിസ്തുവിനെ ഒന്ന് കണ്ടു നോക്കിയേ, സന്തോഷത്തിന്റെ പരിപൂർണത. സങ്കീർത്തനം 16, Psalm 16. Pleasures forever എന്ന് എഴുതിയേക്കുന്നത്. There is joy at your right hand and pleasures forever. ഈ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുക. ഇവരെന്താ സംഭവിച്ചേ? രാജാവിനെ കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. അതുകൊണ്ടാണ് ഈ കാരാഗ്രഹത്തിൽ പാടുന്നത്. മനസ്സിലായോ? കാരാഗ്രഹത്തിൽ പാടുന്നതിന്റെ കാരണം സിറ്റുവേഷൻസ് എല്ലാം നന്നായിട്ട് ഉള്ളതുകൊണ്ടല്ല, അവർക്ക് രാജാവിനെ കണ്ടതുകൊണ്ടാണ്. ഇറ്റ്സ് ബിക്കോസ് ദേ സോ ദ കിങ്. വെൻ യു സീ ദ കിങ് യു വിൽ റിജോയ്സ്. രണ്ട്, ദേ വർഷിപ്ഡ് ഹിം. ആരാധിച്ചു. അവര് വണങ്ങി നമസ്കരിച്ചു. മാത്യു ചാപ്റ്റർ 2 വേഴ്സസ് 9 to 12. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തുനിന്നും മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ഹൗസിലാണ് കയറിയത്, അല്ലാതെ പശുത്തൊട്ടിലല്ല. ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. വീണ് നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്നു അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാ രാജാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അവർ സന്തോഷിച്ചു, അവർ ആനന്ദിച്ചു, അവര് നമസ്കരിച്ചു, വീണ് നമസ്കരിച്ചു.
വിദ്വാൻമാർ ഒരു കുഞ്ഞിന്റെ മുമ്പിലാണ് വീണ് നമസ്കരിക്കുന്നത്, അതെ. 2 വയസ്സ് പോലും തികഞ്ഞു കാണത്തില്ല യേശു ക്രിസ്തുവിന്. ദർ ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പ് വാസ് കറക്റ്റ്. അവരവിടെ വന്നപ്പോഴേ, ഓ ഈ നക്ഷത്രം അല്ലയോ നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്ന്, എന്നാ പിന്നെ നക്ഷത്രത്തെ അങ്ങ് ആരാധിച്ചേക്കാം. ഇല്ല. ഓ അവിടെ ചുറ്റും നോക്കിയപ്പോഴേ അവിടെ യോസേഫും മേരിയോ, എന്നാ യോസേഫിനെയും മേരിയെ ആരാധിച്ചേക്കാം. ഇല്ല. ദേ വേർഷിപ്ഡ് ഓൺലി വൺ, ദ കിങ്. ഈ രാജാവിന്റെ പ്രത്യേകത, ആരാധന രാജാവിന് മാത്രമേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? സി യു കനോട്ട് വേർഷിപ്പ് ക്രൈസ്റ്റ് ആൻഡ് സംതിങ് എൽസ് ഓൾസോ. ഇറ്റ് ഡസന്റ് വർക്ക്. ഈ സിംഹാസനത്തിന്റെ ഒരു പ്രത്യേകത, ആരാധന ഒരുവന് മാത്രമേ പോകാവൂ. ആൻഡ് ഗോഡ് ഇസ് എ ജലസ് ഗോഡ്. ഹീസ് എ വെരി ജലസ് ഗോഡ്. ആരാധന മറ്റൊന്നിനും പോകാൻ അവൻ അനുവദിക്കത്തില്ല. നോട്ട് ഈവൻ എ ഫ്രാക്ഷൻ ഓഫ് വേർഷിപ്പ്. യു കനോട്ട് വേർഷിപ്പ് എനിത്തിങ് എൽസ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ സംഭവിക്കും. കർത്താവിന് സ്തോത്രം ചെയ്യണം. കർത്താവ്, ഞാൻ ഇതുവരെ എൻ്റെ ആരോഗ്യത്തെയൊക്കെ ആരാധിച്ചു, അറിയാതെ, അറിഞ്ഞുകൊണ്ടല്ല. ആരോഗ്യം പോയപ്പോൾ മനസ്സിലായ, കർത്താവ് നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. എൻ്റെ പണത്തെയൊക്കെ ഞാനിങ്ങനെ ആരാധിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പണം കുറച്ച് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവെ നീ മാത്രമേ ആരാധനയ്ക്ക് യോഗ്യൻ. സോ സംടൈംസ് വി നീഡ് ടു താങ്ക് ഗോഡ് ഫോർ ദ ട്രയൽസ് ദാറ്റ് വി ഫേസ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നോട്ട് ബിക്കോസ് ഹി ഡസന്റ് വാണ്ട് ടു ബ്ലെസ് us, ബട്ട് ബിക്കോസ് ദ ബ്ലെസ്സിങ് ഹാസ് ബിക്കം എൻ ഒബ്സ്റ്റക്കിൾ ഇൻ അവർ വർഷിപ്പ്. അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. മനസ്സിലായോ? നമ്മുടെ ആരാധന ശരിയായ ആരാധനയാകണമെങ്കിൽ ദി ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് ഷുഡ് ബി കറക്റ്റ്. മനസ്സിലായോ? സംടൈംസ് ഇന്നത്തെ കൾച്ചറിൽ വി വർഷിപ്പ്, അറിയാമല്ലോ, വി വർഷിപ്പ്. അതുകൊണ്ടാണ് ഓ ഇന്ന് ആരാധന ശരിയായില്ലെന്നൊക്കെ ആളുകൾ പറയുന്നത്. എന്താ? വി വർഷിപ്പ്, പാട്ട് ശരിയായില്ലെങ്കിൽ ആരാധന ശരിയല്ല. സി, ആസ് ലോങ് ആസ് യുവർ ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് ഇസ് റൈറ്റ്, ദെൻ എവറിത്തിങ് ഇസ് റൈറ്റ്. യുവർ ഫോം ഓഫ് വർഷിപ്പ് മൈ ചേഞ്ച്. ചിലർ കൈപൊക്കി ആരാധിക്കാൻ ശ്രമിക്കും, ചിലർ ഒരു സ്ഥലത്ത് നിന്ന് ആരാധിക്കാൻ ശ്രമിക്കും, ചിലർ ലിറ്റർജിക്കൽ ആരാധന, ചിലർ പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇതൊന്നുമില്ല വിഷയം. ദ ഫോംസ് ഓഫ് വർഷിപ്പ് മൈ ചേഞ്ച്, ദി ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് ഷുഡ് നെവർ ചേഞ്ച്. ഒബ്ജക്റ്റ് മാറരുത് എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കണം. മൂന്നാമത്, ദി ഓഫറിംഗ് ഓഫ് വർഷിപ്പ് വാസ് കറക്റ്റ്. ഈ രാജാവിനെ കണ്ടു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്നാണെന്നറിയാമോ? കയ്യിലുള്ളത് രാജാവിൻ്റെ കയ്യിൽ കൊടുക്കും. ഇപ്പൊ രാജാവിന് എന്തെങ്കിലും വേണ്ടിയിട്ടാണോ? ഒത്തിരി പേർക്കുള്ള പ്രശ്നം ഞാൻ പറയാം. ഈ ഉദാഹരണം പറയാം. ഇപ്പം ഞങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് സംടൈംസ് ഇപ്പം ഷെയ്ഖ്സിൻ്റെ പാലസസ് ഒക്കെ പ്രോജക്ട്സുമായിട്ടൊക്കെ ഞാൻ ഇൻവോൾവ് ആണ്. അപ്പം ഈ പ്രോജക്ട്സുമായിട്ട് ഞാൻ ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ അഥവാ ഇഫ് യു ആർ മീറ്റിംഗ് എ പേഴ്സൺ ഓഫ് വെരി ഹൈ റാങ്ക്, അല്ലെ, ഒരു റൂളർ അല്ലെ ആ റേഞ്ചിൽ ഒരാളെ കാണുമ്പം നമ്മൾ വെറും കൈയായി ചെല്ലാൻ പാടില്ല. യു കനോട്ട് ഗോ എംപ്റ്റി ഹാൻഡഡ്. അതൊരു നടപ്പാണ്, മിഡിൽ ഈസ്റ്റേൺ നടപ്പാണ്. എനിക്ക് ബാക്കി സ്ഥലങ്ങളിൽ അറിയില്ല, പക്ഷെ മിഡിൽ ഈസ്റ്റ് ഈ ഒരു ഏരിയയിൽ ഒരു നടപ്പാണ്. നമ്മളൊരു രാജാവിനെ കാണുമ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനം നമ്മൾ ഗിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈയിടെ എൻ്റെ ഒരു ബിസിനസ്മാൻ ഫ്രണ്ട് ഒരു പാർട്ടിക്ക്, ഞാൻ പേരൊന്നും പറയത്തില്ല, നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു പാർട്ടിക്ക് ഭയങ്കര ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഒരു ഭയങ്കര ഗിഫ്റ്റ്, ഭയങ്കര വില കൂടിയ കാർ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, ആ കാശ് മിഷൻ ഇതാ, ഹി ലവ്സ് ദ ലോഡ് കേട്ടോ. ഞാൻ പറഞ്ഞു മിഷൻ ഇതാ, എന്തിനാ ആ പുള്ളിക്ക് പോയി ആ ഹി ഓൾറെഡി ഓൺസ് ഒരു വലിയ കാറാ, സം കപ്പിൾ ഓഫ് ക്രോഡ് വലിയ കാർ. ഞാൻ പറഞ്ഞു ഹി ഓൾറെഡി ഹാസ് എ ഗറാജ് ഫുൾ ഓഫ് കാർസ്. ആ കാശ് എന്തിനാ പുള്ളിക്കൂടെ? അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. രാജാവിന് ഒത്തവണ്ണമേ ഗിഫ്റ്റ് കൊടുക്കാനൊക്കത്തുള്ളൂ. യു ക്യാൻ ഓൺലി ഗിവ് എ ഗിഫ്റ്റ് ദാറ്റ് ഇസ് വേർതി ഓഫ് എ കിങ്. മനസ്സിലായി? അപ്പം ഞാൻ ചെന്ന് അവിടെ, അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൈയും വീശിയാണ് പോകുന്നത്. കാരണം ഞാൻ കൊണ്ടുവരത്തുമില്ല. എനിക്ക് ഉറങ്ങാണ്ട്, അപ്പം ഞാൻ അവിടെ പോയി കിടന്നുറങ്ങും. കൊച്ചിയിൽ മീറ്റിംഗ് ഉള്ളപ്പോൾ അവിടെ കിടന്നുറങ്ങും. എന്നിട്ട് ഞാനങ്ങ് പോകും, അവരെന്നെ ടേക്ക് കെയർ, ഞാനങ്ങ് പോകും. അപ്പം ഞാൻ പറയും, ഇങ്ങനെ കയ്യും വീശി പോകാനൊക്കത്തില്ല പുള്ളിയുടെ അടുക്ക്. ഇപ്പോൾ എന്നോട് പറയാം, മനസ്സിലായോ? ബിക്കോസ് ഹീസ് ഓഫ് എ ഡിഫറെൻറ്റ് സ്റ്റേജ്. പുള്ളിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. പക്ഷെ പുള്ളി പറഞ്ഞു, ഇനി എൻ്റെ ബർത്ത്ഡേ വരട്ടെ, ജസ്റ്റ് വെയിറ്റ് ഫോർ മൈ ബർത്ത്ഡേ, സീ വാട്ട് ഹീസ് ഗോയിങ് ടു ഗിവ് മീ എന്ന് പറഞ്ഞാൽ, രാജാവിനൊത്ത് ഞാൻ കൊടുക്കുമ്പോൾ രാജാവ് എനിക്ക് തരാൻ പോകുന്നത് എനിക്ക് ഒരു ഐഡിയ പോലും ഇല്ല. ഇത് ഞാൻ മാനുഷികമായ ഒരു സൈക്കോളജിയാണ് ഞാൻ പറഞ്ഞത്. ബട്ട് ലുക്ക് അറ്റ് ഹൗ വി നീഡ് ടു ട്രീറ്റ് ദ കിങ് ഓഫ് കിങ്സ്. നമ്മൾ ക്രിസ്തുവിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ ക്രിസ്തുവിന് എന്തെങ്കിലും കൊടുക്കണോ? അവൻ എന്തോ വേണ്ടി? ഹീ നീഡ്സ് നത്തിങ്. ഹി ഓൺസ് ദ കാറ്റൽ ഓൺ 1,000 hills. എൻ്റെ കയ്യിലുള്ളതും നിങ്ങളുടെ കയ്യിലുള്ളതും ഈ ലോകത്തുള്ളതെല്ലാം അവൻ ഉണ്ടാക്കിയതല്ലേ. ഓൾ ദ ഗോൾഡ് ഇസ് മൈൻ. കർത്താവ് പറഞ്ഞ ഈ സ്വർണ്ണം എല്ലാം എൻ്റെതാ. കർത്താവിനെടുക്ക് നമ്മൾ ഈ സ്വർണം കൊണ്ടും 2 നാണയം കൊണ്ടൊന്നും ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് വൈ ഇസ് ഇറ്റ് ദാറ്റ് വി ജനറസ്ലി ഗിവ് ടു ദ കിങ്? ബിക്കോസ് ഹീ ഈസ് വർതി ഓഫ് മൈ ബെസ്റ്റ്. അതുകൊണ്ടാ. അല്ലാതെ അവൻ എന്തെങ്കിലും ആവശ്യമായിട്ട്, ചിലരാണെങ്കിൽ ദേ പോർട്രേ ക്രൈസ്റ്റ് ആസ് വൺ ബെഗർ. നിങ്ങൾ തന്നില്ലേ, ഇത് പറ്റത്തില്ല, അത് അങ്ങനൊന്നും അല്ല. കർത്താവിന് എല്ലാം ഉണ്ട്. ഹി ഹാസ് എവറിത്തിങ്.
അതുകൊണ്ട് അ- അതല്ല ഇതിനകത്തെ കാര്യം. ബട്ട് ഗിവ് ടു ദ കിങ് വേർതി ഓഫ് ഹിസ് നെയിം. അതാണ് അതിനകത്തെ മെയിൻ കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ 3 കാര്യങ്ങൾ കൊണ്ടുവന്നു. പൊന്ന്, മൂര്, കുന്തിരിക്കം. പൊന്ന്, മൂര്, കുന്തിരിക്കം. അത് 3 കാര്യത്തെ കുറിക്കുന്നു. ഗോൾഡ് ടോക്സ് അബൌട്ട് ദ റോയൽറ്റി, അല്ലേ? അവൻ രാജാവാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. ഫ്രാങ്കിൻസെൻസ്, ദ ഡിയറ്റി ഓഫ് ക്രൈസ്റ്റ്, അവൻ ദൈവമാണെന്നുള്ളതാണ് ഫ്രാങ്കിൻസെൻസ്, കുന്തിരിക്കം. മൂര് ടോക്സ് അബൌട്ട് ഹിസ് ഹ്യൂമാനിറ്റി, അവൻ മനുഷ്യനായിരുന്നു. കാരണം ഈ മൂരിനൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഇസ് എ ബിറ്റർ സാധനമാണ്. ഇറ്റ് ഇസ് ബിറ്റർ. അപ്പൊ ഈ മൂര് എന്തിനു കൊണ്ടു? പക്ഷെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് ഒരു പ്രവചനമുണ്ട്. എന്താ പ്രവചനം? ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫസി. യെശയ്യാ 60:6, ഐസായ 66. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏഫയിലെയും ചിട്ടോടങ്ങളും നിന്നെ മൂടും. ശെബയിൽ നിന്ന് അവരൊക്കെയും വരും. എന്നിട്ട് എന്താ പറയുന്നറിയോ? ശെബയിൽ നിന്ന് വരുന്നവരെ കുറിച്ച് പറയുന്നത്, പൊന്നും കുന്തിരിക്കവും അവർ കൊണ്ടുവന്ന് യഹോവയെ സ്തുതിച്ച് ഘോഷിക്കും. ദേ വിൽ ബ്രിങ് വാട്ട്? ഗോൾഡ് ആൻഡ് ഫ്രാങ്കിൻസെൻസ്. അപ്പൊ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫസി എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പറയും, ഇതിനകത്ത് മൂരില്ലല്ലോ, there's no myrrh, there's no bitterness. അതെന്താ ഇല്ലാതെ? ഈ പ്രോഫസി എന്താണെന്നറിയാമോ? ദിസ് ഇസ് ദ പ്രോഫസി ഓഫ് ദ മില്ലേനിയൽ കിങ്ഡം. വരാനിരിക്കുന്ന 1000 ആണ്ട് സംവത്സരത്തെ കുറിച്ചാണ് പറയുന്നത്. 1000 ആണ്ട് സംവത്സരത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ there is no bitterness there, because Christ has already taken and gone through the bitterness. He has already carried the cross. He has already gone through the crucifixion. ഇനി പുതിയ യെരൂശലേമിൽ നമുക്ക് മൂരിന്റെ ആവശ്യം ഇല്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇതിനകത്തൊരു പ്രൊഫറ്റിക് ടെലിസ്കോപ്പിംഗ് ഉണ്ട്. അത് പിന്നെ നമ്മൾ കാണും. There is a prophetic telescoping where the prophecy is about Jesus' birth. It's also about Jesus' reign. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫസി നമ്മൾ പ്രോഫറ്റിക് ടെലിസ്കോപ്പിലൂടെ കാണണം. ഓക്കെ, ദർ ഇസ് എ ടെലിസ്കോപ്പ്. ദ ക്ലോസർ യു ഗെറ്റ് ടു ദി ഇവന്റ്, യു സീ ദ നെക്സ്റ്റ് പീക്ക്. ദെൻ യു ഗെറ്റ് ടു ദ നെക്സ്റ്റ് പീക്ക്, യു സീ ദ നെക്സ്റ്റ് പീക്ക്. അങ്ങനെ ഒരു പ്രോഫറ്റിക് ടെലിസ്കോപ്പിംഗ് കൂടെ നമ്മൾ കണ്ടാലേ ഈ ബ്യൂട്ടി ഓഫ് ദ പ്രോഫസി നമുക്ക് കാണാം. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ജീസസ് ടൈം, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ടു ദ മില്ലേനിയം. അല്ലേ? ആയിക്കോട്ടെ, ഓക്കെ, ദാറ്റ്സ് ദ റൈറ്റ് റെസ്പോൺസ് ടു ദ കിങ്. ഓൾറൈറ്റ്. പിന്നെന്താ നമ്മൾ കാണുന്നതെന്നറിയോ? അവിടെ നമ്മൾ കാണുന്ന റൈറ്റ് റെസ്പോൺസ് ഓഫ് ദ കിങ്. ദേ റിജോയ്സ്ഡ്, ദേ വർഷിപ്ഡ്, ദേ വർ ജനറസ്, ആൻഡ് ഫൈനലി എന്താ കാണുന്നത്? ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങി പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ദേ കെയിം വൺ വേ, റിട്ടേൺഡ് അനദർ വേ. യേശുക്രിസ്തുവിനെ കണ്ടവരൊക്കെ, യു വിൽ കം വൺ വേ, യു കനോട്ട് റിട്ടേൺ ദ സെയിം വേ. രാജാവിനെ ആരൊക്കെ കണ്ടിട്ടുണ്ടോ, കണ്ടുമുട്ടി അവനെ നമസ്കരിച്ചാൽ, അവനെ രാജാവായി വാഴിച്ചാൽ, യു കനോട്ട് റിട്ടേൺ ദ സെയിം വേ. പലരും ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരും, ആൻഡ് ദേ ഗോ ബാക്ക് ദ സെയിം വേ. വൈ? ബിക്കോസ് ദേ ഡു നോട്ട് ക്രൗൺ ഹിം ആസ് കിങ്, ദേ ഡു നോട്ട് വർഷിപ്പ് ഹിം, ദേ ഡു നോട്ട് ഓഫർ ദെയർ ജനറോസിറ്റി ടു ഹിം. അതുകൊണ്ട് അവർ വരുന്നത് പോലെ തന്നെ മടങ്ങിപ്പോകും. എല്ലാ ഞായറാഴ്ചയും വരുന്നുണ്ട്, അതുപോലെ തന്നെ മടങ്ങിപ്പോകുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. അതിന്റെ കാരണം രാജാവിനെ നമസ്കരിക്കാത്തത് കൊണ്ടാണ്. വെൻ യു ക്രൗൺ ഹിം ആസ് കിങ്, യു ഗോ ബാക്ക് എ ഡിഫറെന്റ് പേഴ്സൺ. വേറെ വഴിയായി പോകുന്നു. ക്രിസ്തുവിനെ മുമ്പ് അറിഞ്ഞ പോലെ അല്ലല്ലോ ഇപ്പം നമ്മുടെ ജീവിതം, ആണോ? ക്രിസ്തുവിനെ പണ്ട് നാം അറിയുന്നതിന് മുമ്പ് നാം ജീവിച്ച പോലാണോ ഇപ്പം നമ്മൾ ജീവിക്കുന്നത്? അല്ല. പണ്ട് നമ്മൾ സംസാരിച്ചതുപോലാണോ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്? പണ്ട് നമുക്ക് പലതിനോടുള്ള ആസക്തികൾ അതുപോലെ അല്ല ഇപ്പോൾ. എവ്രിതിങ് ഹാസ് ചേഞ്ച്ഡ് ക്രിസ്തുവിനെ കണ്ട് കഴിഞ്ഞപ്പോൾ. അതാണ് ഇവിടെ കാണുന്നത്. ദ റൈറ്റ് റെസ്പോൺസ് ടു ദ കിങ് ഇസ് റിജോയ്സിങ്, വർഷിപ്പിംഗ്, ദ ഓഫറിംഗ് ഓഫ് വർഷിപ്പ്, ആൻഡ് റിട്ടേൺ അനദർ വേ. അതാണ് റൈറ്റ് വർഷിപ്പ്. ഓൾറൈറ്റ്. ഇവിടെ നമ്മൾ അടുത്ത പ്രോഫസി കാണാം. മത്തായി അടുത്ത പ്രോഫസി കൊണ്ടിരുന്നത് എസ്കേപ്പ് ടു ഈജിപ്റ്റ്. 13-15, 13-15 വരെയുള്ള വാക്യങ്ങൾ. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി. ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രയീമിലേക്ക് പോയി. ഹെരോദാവിന്റെ മരണത്തോളം
അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ നിന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, മത്തായി പിന്നെയും പിന്നെ അരുളി ചെയ്തത് നിവൃത്തിയാകും വണ്ണം, അരുളി ചെയ്തത് നിവൃത്തിയാകും, അരുളി ചെയ്തത് നിവൃത്തി, പിന്നെയും പിന്നെയും പറയുന്ന കാരണം എന്നറിയാം. മത്തായി പറയാം, ഞാനൊരു ചുങ്കക്കാരനായിരുന്നു, ഐ വാസ് എ ടാക്സ് കളക്ടർ, ഐ എം എ ജൂ മൈസെൽഫ്, ഞാനൊരു യഹൂദനാ. നിങ്ങൾ നിങ്ങളുടെ പുസ്തകം ഒന്ന് പഠിക്കുക, എന്നിട്ട് നോക്ക്, ഇവൻ രാജാവല്ലേ, നിങ്ങൾ ഇത്രയും നാളും കാത്തിരുന്ന രാജാവ് ഇവനല്ലേ എന്ന് പറയും. അപ്പോൾ മിസ്രൈമിലേക്ക് പോകാൻ, സോ ദർ ഇസ് എ റിട്ടേൺ ടു ഈജിപ്റ്റ്, ഇതും പ്രവചനമാണ്. മിസ്രൈമിലേക്ക്, ഈജിപ്റ്റ് 75 to 100 miles ഫ്രം ബെത്ലഹേം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, യോസേഫിന് ദൂതൻ പ്രത്യക്ഷനായി. യോസേഫിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മുമ്പേ പഠിച്ചു, മറിയെ ഉപേക്ഷിക്കണം എന്ന് വിചാരിച്ചു, ദൂതൻ വന്ന് സംസാരിച്ചു, അനുസരിച്ചു. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, ജനിച്ചു, എല്ലാം ഓക്കെയാണ്. ഉടനെ പറഞ്ഞു മിസ്രൈമിലേക്ക് പോകണം, പിന്നെ അനുസരിച്ചു. യോസേഫിന്റെ ദ ലൈഫ് ഓഫ് ജോസഫ് ഇസ് മാർക്ഡ് വിത്ത് ഡിവൈൻ റെവലേഷൻ ആൻഡ് ഒബീഡിയൻസ്. അരുളപ്പാട്, അനുസരണം, അരുളപ്പാട്, അനുസരണം. പ്രിയമുള്ളവരെ, ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ക്യാരക്ടേഴ്സ് ഇൻ ദ ബൈബിൾ ആണ് യോസെഫ്, അല്ലേ? ഡോണ്ട് യു തിങ്ക് സോ? ഹീസ് ദ മോസ്റ്റ് അൺസെലിബ്രേറ്റഡ് ഗായ്. ഇതുപോലൊരു മനുഷ്യൻ, എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിവുള്ളവനും ദൈവത്തെ അനുസരിക്കുന്ന ഒരു മനുഷ്യൻ. ആൻഡ് ഹി ഫേഡ്സ് ഇൻ ടു ദ ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ എത്ര മനോഹരമായ ഒരു മനുഷ്യൻ. ഓൾവേസ് ലിസണിങ് ടു ഗോഡ്സ് വോയിസ് ആൻഡ് ഓൾവേസ് ഒബേയിങ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെരോദാവ് 2 വയസ്സിന് കീഴെയുള്ളവരെ, പിള്ളേരെ എല്ലാം കൊല്ലാൻ ശ്രമിച്ചു, അല്ലേ? ഗോഡ് കുഡ് ഹാവ് യൂസ് സൂപ്പർ നാച്ചുറൽ മീൻസ്. ദൈവത്തിന് സംരക്ഷിക്കണമെങ്കിൽ ഓക്കെ, ഹെരോദാവിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവനെ കൊല്ലായിരുന്നു, ഒരു വഴി. 2, യേശുക്രിസ്തുവിനെ വരുമ്പോൾ തപ്പി നോക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ആ സമയത്ത് കാണുന്നില്ല. ഗോഡ് കുഡ് ഹാവ് ഹിഡ് ഹിം. ഗോഡ് ഹാഡ് സോ മെനി സൂപ്പർ നാച്ചുറൽ വേസ് ഓഫ് പ്രൊട്ടക്ടിങ് ഹിസ് സൺ. ബട്ട് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, God sometimes uses natural means. Sometimes he uses supernatural means. Sometimes he uses common sense. യോസേഫിന് മനസ്സിലായി ഹെരോദാവിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്, മാറിയപ്പെടുത്തു. അതുകൊണ്ട് രാത്രിയിൽ അവൻ തിരിച്ചു എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് കോമൺ സെൻസ്. പലപ്പോഴും ദൈവമക്കളെ, ദൈവം നടത്തും എന്ന് പറഞ്ഞ് കോമൺ സെൻസ് അങ്ങ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുക എവിടെയെങ്കിലും. അങ്ങനല്ല. ഗോഡ് യൂസസ് കോമൺ സെൻസ്, God uses natural methods and God uses supernatural methods. എല്ലാം ഉണ്ട്, മനസ്സിലായോ? സംടൈംസ് ഗോഡ്സ് വേസ് എക്സീഡ് യുവർ ലോജിക്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അല്ലേ? ഫിലിപ്പിനെ ശമരിയയിൽ നിന്ന് ഒറ്റ നിമിഷം കൊണ്ടല്ലേ ശമരിയയിൽ നിന്ന് മരുഭൂമിയിലേക്ക് ടെലിപ്പോർട്ട് ചെയ്തു ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ why couldn't God do that for his own son? He could have done it. But in this way, God is using natural means. നാച്ചുറൽ മീൻസ്. അരുളപ്പാട് സൂപ്പർ നാച്ചുറൽ ആണ്, പക്ഷെങ്കിൽ അനുസരണം നാച്ചുറൽ ആണ്. സോ ഓൾവേസ് കീപ് ദിസ് ഇൻ മൈൻഡ്. ദൈവം ചിലപ്പം ഹി ആക്ട്സ് ത്രൂ ദ മോസ്റ്റ് നോർമൽ മെത്തേഡ്സ്. ഹി മൈറ്റ് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരന്റെ ഒരു നല്ല ജ്ഞാനമേറിയ വാക്കുകളായിരിക്കും ദൈവത്തിന്റെ പദ്ധതികളെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കി കിട്ടുന്നത്. സോ ഗോഡ് വിൽ യൂസ് നാച്ചുറൽ. ഈ ദൈവത്തിന്റെ അരുളപ്പാട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഞാൻ ഒന്നുകൂടെ വിത്ത് ഓൾ ഹ്യൂമിലിറ്റി ലെറ്റ് മീ ഹംബ്ലി റിക്വസ്റ്റ് യു, എൻ്റെ സെഷൻസ് കേൾക്കുന്ന യൂട്യൂബിലൊക്കെ കേൾക്കുന്നവരോട്, പ്രവാചകൻ വന്ന് അത് പറഞ്ഞെന്നു, ആരേലും ഇത് പറഞ്ഞെന്ന് പറഞ്ഞു അതിൻ്റെ പുറകിലൊന്നും പോകരുത്. യു ഹാവ് ടു ഓൾവേസ് ഗോ ടു യുവർ സ്ക്രിപ്ചേഴ്സ് ആൻഡ് യൂസ് യുവർ കോമൺ സെൻസ്. യൂസ് യുവർ കോമൺ സെൻസ് ആൻഡ് ഗോ ടു ദ സ്ക്രിപ്ചേഴ്സ്. ആരെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോയി ജീവിതം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. ഐ എം സീയിങ് ടു മെനി കാഷ്വാലിറ്റീസ് ദീസ് ഡേയ്സ്. യു ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. ഗോഡ് വർക്ക്സ് ഇൻ എ കോമ്പിനേഷൻ ഓഫ് സോ മെനി ഡിഫറെൻറ്റ് വേസ്. അതുകൊണ്ട് അത് ഓർത്തോണം. എന്താണ് പ്രവചനം? വാട്ട് ഇസ് എ പ്രോഫസി ദാറ്റ് ഇസ് ഗെറ്റിംഗ് ഫുൾഫിൽഡ്? ഹോശിയ പുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഇസ്രായേൽ ബാലനായിരിക്കുമ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്നും ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അതാണ് പ്രോഫസി. ആ പ്രോഫസി ചിലർ പറയും അത് ഇസ്രായേൽ മക്കളെ കുറിച്ചില്ലേ? ആണോ, ഇറ്റ് ഇസ് അബൌട്ട് ഇസ്രായേൽ. ബട്ട് പ്രോഫറ്റിക് ടെലിസ്കോപ്പിംഗ് ഇറ്റ് ഇസ് ഓൾസോ അബൌട്ട് ജീസസ്. അപ്പോൾ അങ്ങനെ ഒരു ഫുൾഫിൽമെന്റ് കൂടെ ഇവിടെ നടക്കുന്നു. ഓക്കെ, അടുത്ത പ്രോഫസി, ദ സ്ലോട്ടർ അറ്റ് റാമ 16-19. വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ് കാലത്തിനൊത്തവണ്ണം 2 വയസ്സിനും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബേത്ലഹേമിൽ നിന്നും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ
മക്കളെ ചൊല്ലി കരഞ്ഞു. അവർ ഇല്ലായ്കയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു എന്ന് യെരമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തിയായി. എന്നാൽ ഹെരോദാ രാജാവ് കഴിഞ്ഞു പോയ ശേഷം കർത്താവിന്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസേഫിന് സ്വപ്നത്തിൽ വീണ്ടും പ്രത്യക്ഷനായി. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയത് കൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് പോക എന്ന് പറഞ്ഞു. ഇവിടെ ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫസിയാണ്. രാമയിൽ ഒരു നിലവിളി ഉണ്ടാകും, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ജെറമ്യാ 31:15. രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെക്കുറിച്ച് കരയുന്നു, അവർ ഇല്ലായക കൊണ്ട് അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. ഇത് ഏത് പ്രോഫസിയാണെന്നറിയാമോ? ഇത് ആക്ച്വലി യെരമ്യാവ് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ സംഭവിച്ചതാ. ദ സെയിം തിങ് ഹാപ്പൻ ഡ്യൂറിങ് ദ ക്യാപ്റ്റിവിറ്റി. ഇതേ സാധനം സംഭവിച്ചു. രാമയിൽ വലിയൊരു ശബ്ദം കേൾക്കുന്നു. പ്രോഫറ്റിക് ടെലിസ്കോപ്പിംഗ്. ഇറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് ജീസസ് ടൈം ഓൾസോ. രാമയിൽ വലിയൊരു നിലവിളി ഉണ്ടാകുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ പിന്നെയും കാണുന്നുണ്ട് രാമയിൽ നിന്ന് ഒരു നിലവിളി. ഓക്കെ, സോ ദിസ് ഓൾസോ ഹാപ്പൻ. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പവറിനോടുള്ള സ്നേഹം, യുനോ ദിസ് ലവ് ഫോർ പവർ ക്യാൻ മേക്ക് പീപ്പിൾ ഡു ഇൻസെയിൻ ആക്ട്സ് ഓഫ് വിക്കഡ്നെസ്. തൻ്റെ സിംഹാസനത്തിൽ എന്തെങ്കിലും കാരണവശാൽ യേശു ഇരിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് കളയാം. ഒന്ന് ചിന്തിക്കാമോ? ഒരു ദേശം മുഴുവൻ ചിൽഡ്രൻ യങ്ങർ ദാൻ 2. ഞാനിതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടപ്പോൾ എൻ്റെ മോള് 2 കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, എവറി ചൈൽഡ് വുഡ് ഹാവ് ബീൻ എ വിക്ടിം ഓഫ് ദിസ് വിക്കഡ്നെസ്. ഒന്ന് ഓർത്ത് നോക്കിയേ, 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും. ഈ അധികാര മോഹികൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, they will end up murderous unless they contain their ambition for power. ഈ അധികാര മോഹത്തിന്റെ വലിയ പ്രശ്നമാണിത്. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം വെൻ യു ലവ് പവർ. എന്നാൽ ഇവിടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു പോയിന്റ്, ഇവിടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. മോശ എന്ന് പറയുന്ന വ്യക്തി ജനിച്ചപ്പോഴേ, ഇത് അനേക വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചപ്പോഴേ, എന്താണ് ഫറവോൻ ചെയ്തത്? ഫറവോൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞേക്കാൻ. അല്ലയോ? അതെന്തുകൊണ്ടാ? ആ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചെങ്കിൽ, മോശ നശിച്ചെങ്കിൽ ഇസ്രായേലിനെ വിടുവിക്കുന്നവൻ പിന്നെ ഉണ്ടാകത്തില്ല. ശത്രുവിന്റെ സ്ട്രാറ്റജിയാ. നിങ്ങൾക്ക് മനസ്സിലായോ? 1 വയസ്സിന് താഴെയുള്ളവനെ എല്ലാം കൊന്നു കളഞ്ഞേക്ക്, നീല നദിയിലേക്ക് ത്രോ ദം ഇൻടു നൈൽ. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? ദ ഡെലിവറർ ഓഫ് ഇസ്രായേൽ ഗോസ് മിസ്സിംഗ്. ദാവീദ് കുഞ്ഞായപ്പോൾ തന്നെ സിംഹവും കരടിയും അവന്റെ നേരെ പോയെന്നാ പറഞ്ഞത്. അതെന്നാന്നറിയാമോ? കുഞ്ഞിലെ അവനെ അങ്ങ് ഫിനിഷ് ചെയ്യാമെങ്കിൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള രാജാവ് അങ്ങ് പോവും. പറഞ്ഞു മനസ്സിലായോ? ദൈവം ലോകത്തെ വീണ്ടെടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ സ്വന്തം പുത്രനെ ഒരു ചെറിയ കുഞ്ഞായി ഈ ലോകത്തിലേക്ക് അയച്ചു. പിശാചിനറിയാം, കുഞ്ഞിലെ ഇവനെ അങ്ങ് തീർത്തെങ്കിൽ ലോകത്തിന്റെ രക്ഷിതാവിനെ നമുക്ക് ഇല്ലാതാക്കാം. ഇത് ശത്രുവിന്റെ സ്ട്രാറ്റജി. അതുകൊണ്ടാണ് ഹീസ് ആഫ്റ്റർ ആ ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുറകിൽ ഈ ശത്രു പോകുന്നതിന്റെ സ്ട്രാറ്റജി ഇതാണ്. ഹീ വാണ്ട്സ് ടു ക്യാച്ച് ദം യങ് ആൻഡ് ഫിനിഷ് ദം ഓഫ്. അവരെ എത്രയും ഞങ്ങൾ ഈ ടീൻസ് കോൺഫറൻസും ഈ ചിൽഡ്രൻസ് പരിപാടി നടത്തുമ്പോഴേ, ഇറ്റ് ഇസ് സച്ച് എ ടഫ് മിനിസ്റ്റർ. ഞാൻ പറയാം, ഗോയിങ് ആൻഡ് പ്രീച്ചിങ് ഇൻ 25 കൺവെൻഷൻസ് ഇൻ എ റോ ഇസ് ഈസി ഫോർ മീ. ഞാൻ ഉള്ള കാര്യം പറയാം, ഇറ്റ്സ് ദ ഈസിയസ്റ്റ് മിനിസ്ട്രി ഫോർ മീ. അങ്ങനെ ഇപ്പൊ എന്നെ ഒരു മീറ്റിംഗിൽ അടുത്ത മീറ്റിംഗിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് വെരി ഈസി. ഈ കുഞ്ഞുങ്ങളുമായിട്ടൊന്ന് മല്ല് പിടിച്ച് അവരോടൊന്ന് സുവിശേഷം പറയാനുള്ള പ്രയാസം എന്താണെന്നറിയാമോ? You know how difficult it is, and nobody wants to minister among them. ആർക്കും അവരുടെ കൂടെ വരാം. കാരണം അവിടെ നിന്ന് ചെന്ന റിട്ടേൺസും ഇല്ല, പ്രയാസവുമാണ്. Nobody wants to do that. പക്ഷെങ്കിൽ ശത്രുവിന്റെ പരിപാടി എന്നാ? somehow catch them young. കുഞ്ഞിലെ തൊട്ട് അവരുടെ ഡെസ്റ്റിനി അങ്ങ് ഇല്ലാതാക്കാമെങ്കിൽ, if you can get them distracted and defiled at a young age, you rob them of their God-given destiny. അതുകൊണ്ടാണ് we have to do everything possible to ensure that we introduce them to the king at a young age. അവരെ കുഞ്ഞിലേ തന്നെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ക്രിസ്തുവാണ് അവരുടെ കണ്ണു തുറക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഫുള്ളി ഇൻ ആർ കപ്പാസിറ്റി. ഇപ്പം മാതാപിതാക്കളായ നമുക്ക് ഇറ്റ്സ് നോട്ട് ഇൻ ആർ കൺട്രോൾ മുഴുവനായിട്ട്. പക്ഷെങ്കിൽ
വി ഹാവ് ടു ഡു എവറിത്തിങ് ഇൻ ആർ കൺട്രോൾ ടു എൻഷുർ ദാറ്റ് അവരെ എങ്ങനെയെങ്കിലും ക്രിസ്തുവുമായി നമുക്ക് ബന്ധിപ്പിക്കണം, പ്രിയമുള്ളവരെ. കാരണം അല്ലെങ്കിൽ ശത്രു അവരുടെ പുറകെ ചെന്ന് അവരെ തിന്നുവാനും മുടിച്ച് അവരെ കൊല്ലാൻ വേണ്ടി നടക്കുക. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കാൻ പോവുക. റീഡ് ഇറ്റ് ഇൻ ചാപ്റ്റർ 10. ദ തീഫ് കംസ് ടു സ്റ്റീൽ, കിൽ ആൻഡ് ടു ഡിസ്ട്രോയ്. അവരെ ഒരു 13 വയസ്സ് 14 വയസ്സിനുള്ളിൽ അവരെ അങ്ങ് ഫിനിഷ് ചെയ്യാമെങ്കിൽ തീർന്നേ. അതുകൊണ്ട് we always need to remember that the enemy of the strategy is to catch them young. പെട്ടെന്നൊരു സ്ലൈഡ് ചോദിക്കാം. എന്തുണ്ട്? അപ്പോൾ എവിടെയായിരുന്നു അവര് ഇതാണ് യെരുശലേം. കണ്ടല്ലോ, യെരുശലേമാണ് ജുഡിയയുടെ ക്യാപിറ്റൽ. ഈ മാപ്പ് ഞാൻ പെട്ടെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ജുഡിയയുടെ ക്യാപിറ്റൽ. ഇസ്രായേൽ എന്ന് പറയുന്നതാണ് സെമേരിയ. കേട്ടോ, സെമേരിയ എന്ന് പറയുന്നതാണ് ഇസ്രായേൽ ഭാഗം. ഓക്കെ. പിന്നെ നമ്മൾ കാണുന്ന ഈ ഗലീല ദേശം എന്ന് പറയുന്ന സ്ഥലത്താണ് നസറേത്ത്. കേട്ടോ, നസറേത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പറയാണ് നീ നസറേത്തിലേക്ക് പോകാം. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ഈ ഹെരോദാവ് കാരണം. അപ്പോൾ 19-23 അവൻ എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശം എന്ന് പറയുന്ന നസറേത്തിൽ ഉള്ള ദേശത്തിന്റെ പേരാണ് ഈ വന്നു. എന്നാൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ വന്നു, ഹി കെയിം ഹിയർ. ഓക്കെ. അപ്പൊ ഇവിടെ വന്നെങ്കിലും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ബെത്ലഹേം ഇവിടാണ് ജനിച്ചത്. ഇവിടുന്ന് യോസേഫ് ഹെരോദാവ് മുഖാന്തരം ഇങ്ങോട്ട് വന്നു, സെമരിയ, ഇസ്രായേൽ ദേശം. എന്നാൽ ദൂതൻ പറഞ്ഞതുകൊണ്ട് ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ട് പോയി. എന്നാൽ യഹൂദയിൽ അർക്കല്യോസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശത്തിലേക്ക് മാറിപ്പോയി. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. ആ സമയത്ത് യോസേഫ് ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. ആ സമയത്തെ എമർജൻസി കാരണം ചെയ്തു. ബട്ട് ലുക്ക് അറ്റ് ഹൗ ഗോഡ് ഇസ് ഫുൾഫില്ലിംഗ് പ്രോഫസി. ഇതിലൂടെ എല്ലാം ദൈവം, നത്തിങ് ഇസ് എ സർപ്രൈസ് ടു ഗോഡ്. നമുക്കിതെല്ലാം സർപ്രൈസ്. ഞാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ പ്ലാൻ അനുസരിച്ച് ഞാൻ ശമരിയ വന്ന് തങ്ങും, പക്ഷെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. നൗ ഐ ഹാവ് ടു ഗോ ടു നാസറത്ത്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം മാസ്റ്റർ ചെസ് മൂവറാണ്, സകലവും കറക്റ്റായിട്ട് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പം ഹെരോദാവ് അവസാനം മരിച്ചു. കേട്ടോ, ഹെരോദാവ് മരിച്ചു. ഹി ഡൈഡ് എ വയലന്റ്, ക്രൂവൽ, ടെറിബിൾ ഡെത്ത്. ദാറ്റ്സ് ഹൗ people who reject God, that's what happens. എന്നാൽ നസറത്തിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫസി ഓഫ് നാസറത്ത് കാണാൻ സാധിക്കത്തില്ല. യു കാൺ സീ ഇറ്റ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് എവിടെ നോക്കിയാൽ യു കനോട്ട് സീ ദിസ് പ്രോഫസി സെയിങ് നസറത്തിൽ ഉണ്ടാകുമെന്നൊന്നും എങ്ങും എഴുതിയിട്ടില്ല. പക്ഷെങ്കിൽ നമ്മൾ പ്രോഫസി നോക്കുമ്പോൾ ജീസസ് വിൽ കം ഫ്രം എ ലോലി പ്ലേസ്, അല്ലെ, താണ സ്ഥലത്തിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ ഡിസ്പൈസ്ഡ് സിറ്റുവേഷനിൽ നിന്ന് വന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ നസറേത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ എഡ്യൂക്കേഷൻ ഇല്ലാത്തവരും അധർമ്മം നിറഞ്ഞ സ്ഥലമായിരുന്നു നസറേത്ത്. അന്നത്തെ ലോവസ്റ്റ് ക്ലാസ് ഓഫ് പീപ്പിൾ താമസിക്കുന്ന സ്ഥലമാണ് നസറേത്ത്. അപ്പോൾ അവനൊരു അധമനാണെങ്കിൽ, അല്ലെങ്കിൽ അവന് പഠിപ്പില്ലാത്തവനാണെങ്കിൽ ഉടനെ വിളിക്കുന്ന അവൻ നസറായനാണ്. മനസ്സിലായി? ഹീസ് എ നാസറീൻ. ഈ നാസറീൻ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് അല്ല, അത് നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്ത ലേബിലാണ്. നസറായൻ. ഇന്ന് നമ്മൾ എത്ര പാട്ട്, ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട് പാട്ട് നസറായനെ കുറിച്ച്, അല്ലേ? ഈ നസറേത്ത് എന്ന് പറഞ്ഞ ഈ അഴുക്ക് സ്ഥലത്തിൽ നിന്ന് യേശുക്രിസ്തു വന്നപ്പോൾ നസറായൻ എന്നുള്ള പേരിന്റെ ഭംഗി എത്ര വലുതായെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ? പണ്ട്, അതായത് യേശുക്രിസ്തു ജീവിച്ച് മരിക്കുന്നതിന് മുമ്പ് നസറായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ എത്രയും താഴ്ത്തി കെട്ടാമോ അത്രയും താഴ്ത്തി കെട്ടുന്നത് പോലെയാണ്. ഇന്ന് നസറായൻ എന്ന് പറഞ്ഞാലോ എത്ര മനോഹരമായൊരു പേരാ. അതാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത. യേശുക്രിസ്തുവിന് ഏത് താണ അവസ്ഥയിലോട്ടും കർത്താവ് ഒന്ന് വന്നു. അവൻ ആ ഭവനത്തിലേക്ക് വന്നെന്ന് വിചാരിച്ചോ, ആ ഭവനം മാറ്റും. ഒരു ദേശത്തിലേക്ക് വന്നു, ദേശത്തെ മാറ്റും. ഒരു സഭയിലേക്ക് വന്നാൽ സഭയെ മാറ്റും. നസറായൻ എവിടെ വന്നാലും അവനത് മാറ്റിത്തരും. അതുകൊണ്ടാണ് ഈ നത്താനിയേലിനോട് വന്നു പറഞ്ഞു, ഞങ്ങൾ മശയെ കണ്ടു. മശ എവിടുന്നാ? അവൻ നസറത്തിൽ നിന്നാന്ന് വന്നപ്പം ഈ നത്തനേൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു, അവനിൽ കളങ്കമില്ലാത്ത, ഹി സച്ച് എ നൈസ് പേഴ്സൺ. അതുകൊണ്ടാണ് എൻ്റെ മോനെ ഞാൻ നത്താനിയേൽ എന്ന് പേരിട്ട്. പക്ഷെ അവൻ അത്ര കളങ്കമില്ലാത്തവനല്ല. അവന് ആവശ്യത്തിന് കയ്യിലിരിപ്പൊക്കെ ഉണ്ട്, അവൻ്റെ പാപ സ്വഭാവങ്ങളൊക്കെ അവൻ ചെറുപ്പത്തിൽ തന്നെ ഉണ്ട് അവന്. പക്ഷെ ഇവൻ കളങ്കമില്ലാത്തവൻ പറഞ്ഞത് കേട്ടോ, എന്തുവാ? നസറേത്തിൽ നിന്ന് വല്ലോ നന്മ വരുമോന്ന്. വിൽ എനിത്തിങ് ഗുഡ് കം ഔട്ട് ഓഫ് നാസറത്ത്? എന്തെങ്കിലും വരുമോ?
ഞാൻ പലപ്പോഴും ഈ സ്കൂൾസിലും കോളേജസിലും പോകുമ്പം എനിക്ക് ഒരു പാട്ട് പാടാനേ അവസരം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പാടുന്നൊരു പാട്ടാണ് ദ നാസറീൻ. ആ ആ നാസറീനെ കുറിച്ച് പാടുന്നത് എന്താണെന്നറിയോ? ദ സൺ ഓഫ് ഗോഡ് ബിക്കെയിം ദ സൺ ഓഫ് മാൻ സോ ദാറ്റ് ദ സൺസ് ഓഫ് മെൻ വിൽ ബിക്കം ദ സൺസ് ഓഫ് ഗോഡ്. ദൈവപുത്രൻ മനുഷ്യപുത്രനായത് മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരാകാൻ വേണ്ടി. അതാണ് നസറായൻ ചെയ്തത്. എന്തെങ്കിലും നന്മ വരുമോ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് നസറായൻ എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായ പേര്. സോ ജീസസ് വാസ് എ മാൻ ഓഫ് റിപ്രോച്ച്, അല്ലേ? തനിക്ക് കൊടുത്തിരുന്ന ടൈറ്റിൽ വാസ് റിപ്രോച്ച്. അവൻ നസറായന. നസറായൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ പേര്. എന്നാൽ ആ സ്ഥലം തൻ്റെ വീടാക്കുവാൻ ദൈവം തീരുമാനിച്ചു. 30 വർഷം ആ സ്ഥലം തീരുമാനമാക്കുവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, when Christ is invited into a place, he'll change the place, he'll change the address. അതിൻ്റെ റെപ്യൂട്ടേഷനെ ദൈവം മാറ്റും, അതുകൊണ്ട് നമ്മുടെ അവസ്ഥ എന്തു ആയിക്കോട്ടെ, നസറായനെ ഒന്ന് ക്ഷണിച്ചാൽ തിങ്സ് വിൽ ചേഞ്ച് ഫോർ എവർ. ഓൾറൈറ്റ്, നമുക്കതുകൊണ്ട് ഇന്ന് നമ്മൾ ഒട്ടും ഷോർട്ട് അല്ലായിരുന്നല്ലോ. ആയിക്കോട്ടെ, സമറി എന്താണ്? സമറി 2 കാര്യങ്ങൾ. ഒന്ന്, ഡോണ്ട് മിസ് ദ കിങ്. രാജാവിനെ മിസ് ചെയ്യരുത്. ഡോണ്ട് മിസ് ക്രിസ്മസ്. മിസ് ചെയ്യരുത്. ഇന്നും അനേകർ ഈ മോഡിലായി, ഹെരോദാവിനെ പോലെ. ബിക്കോസ് ഓഫ് ഡിഫൈൽമെന്റ്, ബിക്കോസ് ഓഫ് ഡിസീറ്റ്, ബിക്കോസ് ഓഫ് ഹിപ്പോക്രസി, യു ആർ മിസ്സിംഗ് ദ കിങ്. രാജാവിനെ മിസ്സായി പോന്നു. ഹങ്കർ ഫോർ പവർ. സിംഹാസനത്തിൽ ഒരുവന് മാത്രമേ സ്ഥാനമുള്ളൂ. ഓർത്തോണം, ദർ ഇസ് ഓൺലി സ്പേസ് ഫോർ വൺ. ലെറ്റ് ഇറ്റ് ബി ജീസസ്. 2, വാട്ട് ഇസ് ദ റൈറ്റ് റെസ്പോൺസ് ടു ദ കിങ്? രാജാവിനോടുള്ള നമ്മുടെ ശരിയായ പ്രതികരണം എന്താ? 1, ദർ ഇസ് ജോയ്, സന്തോഷത്തിന്റെ പരിപൂർണത. 2, ആരാധന, സാഷ്ടാംഗം വണങ്ങി നമസ്കരിക്കാൻ. 3, ജനറോസിറ്റി, നമ്മുടെ ഏറ്റവും നല്ലത് കർത്താവിന് കൊടുക്കുന്ന ഒരു അനുഭവം. 4, ഗോ ബാക്ക് അനദർ വേ, വേറെ വഴി ആയി മടങ്ങിപ്പോവുക. ഗോ ബാക്ക് അനദർ വേ. ഇതുവരെ വന്ന വഴിയല്ല പ്രിയമുള്ളവർ. രാജാവിനെ കണ്ടുമുട്ടിയതിന് ശേഷം മറ്റൊരു വഴിയായി പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല സ്റ്റഡിക്കായിട്ട് സ്തോത്രം. ഹെരോദാവിനെ പോലെ ആകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കർത്താവെ. സ്ഥാനത്തിന് വേണ്ടിയുള്ള മോഹം, അധികാരത്തിന് വേണ്ടിയുള്ള മോഹം, കർത്താവെ, ഞങ്ങളുടെ സോവറിനിറ്റി പിടിച്ചു വെക്കുവാനുള്ള മോഹം, അമിതമായ മോഹം, ഞങ്ങൾ കർത്താവ് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിത്തരിക. അങ്ങ് ഇതിലിരിക്കണം. ഞങ്ങളുടെ രാജാവ് അങ്ങാണ് തീരുമാനിക്കുന്നത്. യു ആർ കിങ്, യു ഡിസൈഡ്. കർത്താവ് പറയുന്ന പോലെ അനുസരിക്കാനുള്ള കൃപ തരണമേ കർത്താവെ. വിദ്വാൻമാരെ പോലെ സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ, കർത്താവെ, ആരാധനയോടെ മടങ്ങിപ്പോകുവാൻ, ഞങ്ങൾക്കുള്ളത് ഏറ്റവും നല്ലത് അങ്ങേക്ക് തന്നുകൊണ്ട് മടങ്ങിപ്പോകുവാൻ, കർത്താവെ, മറ്റൊരു വഴിയായി മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വന്നതുപോലല്ല കർത്താവെ, ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ രാജാവിനെ കണ്ടതുകൊണ്ട് ഉണ്ടാകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്റ്റഡി അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണം.